20 സപ്ലി എഴുതണം, 20 പേപ്പർ അരിയറുണ്ട്, കുടിശ്ശികയുണ്ട്. അപ്പോൾ ഒരു പേപ്പർ പോലും അവന് എഴുതാനത് മാനസികാവസ്ഥയില്ല, അതിന് ഓർമ്മ കിട്ടണില്ല, അതിന് കോൺഫിഡൻസ് ഇല്ല. അത് കഴിഞ്ഞ് പിന്നെ ഇതിങ്ങനെ ഒഴിവാക്കുകയാണെങ്കിൽ പിന്നെ എങ്ങോട്ട് പോകണമെന്നൊരു പിടിയുമില്ല. നിങ്ങൾക്കറിയാമല്ലോ, ഓരോരോ കാര്യങ്ങൾക്കും ഒരു ഇല്ല എന്നുള്ളത്, വീഞ്ഞ് ഇല്ല എന്നുള്ള ഒരു ഇല്ലായ്മയിൽ മാതാവ് ഒളിപ്പിച്ച് വെച്ച കുറേ ഈ ഏത് കാലം സൂര്യൻ ഉണ്ടാകുന്ന അത്രയും കാലമുള്ള മനുഷ്യരാശിയുടെ മുഴുവൻ ഇല്ലായ്മകളെ അമ്മ ഒരൊറ്റ ഇല്ലായ്മയിൽ ഒളിപ്പിച്ച് വെച്ചുകൊണ്ട് യേശുവിൻ്റെ തിരുസേന സമർപ്പിച്ചുകൊണ്ട് മനുഷ്യരാശിക്ക് വേണ്ടിയുള്ള മദ്യം വഹിച്ചിരിക്കുന്നു. കൈയിട്ടിച്ച് കർത്താവ് ഇവിടെ നമ്മൾ കർത്താവിൻ്റെ തിരുസന്നിധിയിലാണെന്നുള്ളൊരു ബോധ്യമാണ് നമ്മളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പാടുകയും പ്രാർത്ഥിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്നത്. നമ്മളിന്ന് ധ്യാനിക്കുന്ന വിഭിൻ്റെ വിഷയം അവിടെ നിൽക്കട്ടെ, അത് പതുക്കെ പരിശുദ്ധാത്മാവ് കൊണ്ടുവരും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. നമ്മളിപ്പോൾ കാണുന്ന വചനം 2 കൊരിന്ത്യൻസ് 1:20. ദൈവത്തിൻ്റെ സകല വാഗ്ദാനങ്ങളും, ഏറ്റു പറഞ്ഞേ, ദൈവത്തിൻ്റെ സകല വാഗ്ദാനങ്ങളും ക്രിസ്തുവിൽ അതേ എന്ന് തന്നെ. ഏറ്റു പറഞ്ഞ് ദൈവത്തിൻ്റെ സകല വാഗ്ദാനങ്ങളും. ഇപ്പം കഴിഞ്ഞ ആഴ്ച പറഞ്ഞായിരുന്നു എത്ര വാഗ്ദാനമാണ് ദൈവം നൽകിയിരിക്കണം മനുഷ്യരാശിക്ക്. 8852 വാഗ്ദാനം. ഇത്രയുണ്ട് വാഗ്ദാനങ്ങൾ. ദൈവത്തിൻ്റെ സകല വാഗ്ദാനങ്ങളും എന്താ പറയണത്? ക്രിസ്തുവിൽ. എന്താണ്? അതെയാണ്. അതാണ് ഈ പരിശുദ്ധ അമ്മ ഈ വീഞ്ഞ് തീർന്നു പോകുന്ന കുഞ്ഞു കാര്യത്തിന് പോലും യേശുവിനെ സമീപിക്കാൻ പരിശുദ്ധാത്മാവ് പ്രേരിപ്പിക്കാനുണ്ടായ കാരണം ഇതാണ്. എന്താണ്? ദൈവത്തിൻ്റെ സകല വാഗ്ദാനങ്ങളും നിറവേറുന്ന ഒറ്റ നെയ്മാണ്, ഒറ്റ പേരാണ് ക്രിസ്തു. അമ്മയ്ക്കത് പരിശുദ്ധാത്മാവാണ് നൽകിയത്. ക്രിസ്തുവിനെ അറിയുക എന്നുള്ളത് പരിശുദ്ധാത്മാവിൻ്റെ ഒരു നമ്മോട് കാണിക്കുന്ന ഒരു സമ്മാനമാണ്. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് ദൈവം നൽകുന്ന ഏറ്റവും വലിയ സമ്മാനമാണ് ക്രിസ്തുവിനെ അറിയാനുള്ള കൃപ. മനസ്സിലായോ? ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് ദൈവം കൊടുക്കുന്ന ഏറ്റവും വലിയ സമ്മാനം എന്താണ്? ദൈവത്തിൻ്റെ സകല വാഗ്ദാനങ്ങളും. പറഞ്ഞേ, ദൈവത്തിൻ്റെ സകല വാഗ്ദാനങ്ങളും. യെസ്, അതേ ആയിട്ടുള്ള യേശുവിനെ അറിയാനുള്ള അനുഗ്രഹമാണ് ദൈവത്തിൻ്റെ ഏറ്റവും വലിയ അനുഗ്രഹം. കൈ നെഞ്ചത്ത് വെക്കുക, പ്രാർത്ഥിക്കുക. കർത്താവ് ദൈവമേ, ക്രിസ്തുവിനെ അറിയാനുള്ള എല്ലാ വാഗ്ദാനങ്ങളും അതേ എന്ന് ആയിട്ടുള്ള യേശുവിനെ അറിയാനുള്ള കൃപയാൽ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ. എന്താ ഗുണമെന്നറിയാവോ? അപ്പോൾ അതുകൊണ്ട് ഈ 2 കൊരിന്ത്യൻസ് 1:20 ദൈവത്തിൻ്റെ എല്ലാ വാഗ്ദാനങ്ങളും ക്രിസ്തുവിൽ അത് ആണെങ്കിൽ, അതുകൊണ്ട് എന്താ പറയണത്? അതുകൊണ്ട് എന്താണ് സഭയുടെ പ്രത്യുത്തരം? എന്താ? താഴെ പൗലോസ് പറയുന്നുണ്ട്, അതുകൊണ്ട് തന്നെയാണ് ഈ 2 കൊരിന്ത്യൻസ് 1:20 എഴുതിയിരിക്കുന്ന ദൈവത്തിൻ്റെ സകല വാഗ്ദാനങ്ങളും നമ്മൾ പ്രാപിക്കാൻ വേണ്ടിയുള്ള ഒരു ചുരുക്കെഴുത്ത്, ഒരു പോംവഴിയാണ്, ഒരു സൂത്രവാക്യമാണ്, ഒരു കുറുക്ക് വഴിയാണ്. എന്താണ്? ദൈവമഹത്വത്തിന് അവൻ വഴി ആമയും പറയുക. മനസ്സിലായി? ഈ പ്രേക്ഷിത പ്രവർത്തനം ആമയും പറച്ചിലാണ്. പ്രേക്ഷിത പ്രവർത്തനം നാം ചെയ്യണില്ലേ? അത് ശരിക്കും പറഞ്ഞാൽ ദൈവമഹത്വത്തിനുള്ള ആമേൻ പറച്ചിലാണ്. എന്താണ്? അവൻ പറയണത് പോലെ ഞങ്ങൾ ചെയ്തോളാം. അവൻ പറഞ്ഞു, ഞാൻ രോഗിയായിരുന്നു, നിങ്ങളെന്നെ വന്ന് കണ്ടു. ഞാൻ കാരാഗ്രഹവാസിയായിരുന്നു, നിങ്ങളെന്നെ സന്ദർശിച്ചു. എനിക്ക് വിശന്നു, നിങ്ങളെനിക്ക് ഭക്ഷണം തന്നു. ഞാൻ നഗ്നനായിരുന്നു, നിങ്ങളെന്നെ ഉടുപ്പിച്ചു. ഇതെല്ലാം നമ്മൾ യേശു ക്രിസ്തുവിനെ കണ്ടുകൊണ്ട് ചെയ്യുമ്പോഴെല്ലാം ഇതെന്താ സംഭവിക്കുന്നത്? ദൈവമഹത്വത്തിന് നമ്മൾ
അവൻ പറയണത് പോലെ ചെയ്യുകയാണ്, ആമീൻ പറയുകയാണ്. കൈയിടിച്ച് കർത്താൻ ദിവസങ്ങളിൽ വേറൊരു വിഭിന്ന സാക്ഷ്യം അവിടെ നിൽക്കട്ടെ, അതിലേക്ക് പരിശുദ്ധാത്മാവ് വരുമായിരിക്കും. നമ്മളിപ്പോൾ നോക്കുന്നത് കഴിഞ്ഞ ദിവസം തന്നെ പറഞ്ഞ ചിഞ്ചു എന്ന് പറഞ്ഞുള്ള അതിരപ്പള്ളിയിലുള്ള ഒരു ST സ്റ്റുഡൻറ്റിനാണ്, ഷെഡ്യൂൾഡ് ട്രൈബ്. അയാളെ ഷെഡ്യൂൾഡ് ട്രൈബ് എന്ന് ഞാൻ ഇങ്ങനെ ഒഫീഷ്യലായിട്ട് പറയുകയല്ല, ആ കുട്ടി തന്നെ ഇവിടെ സാക്ഷ്യപ്പെടുത്തിയിരിക്കണം. ആ രീതിയിലാണ്, ഞാൻ ഷെഡ്യൂൾഡ് ട്രൈബാണ്, പക്ഷേ എനിക്ക് കാസ്റ്റിൻ്റെ സർട്ടിഫിക്കറ്റ് തരുന്നില്ല. വില്ലേജ് ഓഫീസർ ചെല്ലുമ്പോൾ ഓരോ തരത്തിലുള്ള തകരീടകളെ പറഞ്ഞിട്ട് എനിക്ക് കാസ്റ്റിൻ്റെ സർട്ടിഫിക്കറ്റ് തരുന്നില്ല. അപ്പം ഞാൻ എന്നാ ചെയ്തു, ഞാൻ ഹൈക്കോടതി പോയി. ഹൈക്കോടതി എനിക്ക് ഒരു സർട്ടിഫിക്കറ്റ് തന്നു. അപ്പോൾ ഉടമ്പടി എടുത്തതിന് ശേഷമാണ് ഹൈക്കോടതിയിൽ പോവുകയും മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണത്. പക്ഷെ ഹൈക്കോടതി തന്ന സർട്ടിഫിക്കറ്റ് PSC അംഗീകരിക്കണില്ല. അതാണ് അവരുടെ പ്രശ്നം, ജോലി പ്രശ്നമാണ്. അവളുടെ ജോലിയിൽ ലിസ്റ്റിൽ അവരുടെ പേരുണ്ട്, അവൾക്ക് അഡ്വൈസ് മെമ്മോ വരുന്നില്ല. അതാണ് പ്രശ്നം. ലിസ്റ്റിൽ അവളുടെ പേരുണ്ട്, പക്ഷെ അവൾക്ക് അഡ്വൈസ് മെമ്മോ വരുന്നില്ല. അതിൻ്റെ കാരണം എന്താണ്? കാസ്റ്റ് സർട്ടിഫിക്കറ്റ്, കൃത്യമായ കാസ്റ്റ് സർട്ടിഫിക്കറ്റ് തഹസിൽദാരോ വില്ലേജ് ഓഫീസറോ കൊടുക്കുന്നില്ല. അവർക്ക് അവരുടെ കാര്യങ്ങളോ ന്യായങ്ങളോ ഉണ്ടാവും, എന്തോ ആയിക്കോട്ടെ. ഇവളുടെ ജീവിതം വലയുകയാണ്. അവൾ നേരെ അത് ഹൈക്കോടതി പോകും. ഹൈക്കോടതി പോകുമ്പോൾ ഹൈക്കോടതിൻ്റെ വേറെ അബൌട്ട്സൊക്കെ അന്വേഷിച്ചിട്ട് കാര്യങ്ങൾ സത്യമാണെന്ന് മനസ്സിലാക്കുമ്പോൾ ഹൈക്കോടതി അവിടെ നിന്ന് ഇഷ്യൂ ചെയ്യും, കാസ്റ്റ് സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യും. പക്ഷേ PSC അത് അംഗീകരിക്കത്തില്ല. അപ്പോൾ അവൾ ചെയ്ത പരിപാടി വെച്ച് കഴിഞ്ഞാൽ PSC അംഗീകരിക്കാത്ത കാരണം അവർ വീണ്ടും കളക്ടറിൻ്റെ അടുത്ത് പോകും. കളക്ടർ ആ അപേക്ഷ ഇവരുടെ തന്നെ SC/STയുടെ പ്രത്യേക ട്രൈബ്യൂണലുണ്ട്, അതിലേക്ക് വിടും. അവർ വിജിലൻസൊക്കെ വെച്ച് വിഷയം, നിസ്സാര കാര്യമല്ലേ, വിജിലൻസൊക്കെ വെച്ച് വിഷയം അന്വേഷിക്കും. അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇത്രയും സ്പീഡായിട്ട് നല്ല ശരിക്കും ഇതിനോട് ലിസ്റ്റ് ക്യാൻസലാകുന്നുണ്ട്. ഇതിന് ലിസ്റ്റ് ക്യാൻസലാകുന്നു. പക്ഷേ ഇവർക്ക് സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അത് കാരണം അഡ്വൈസ് മെമ്മോ വന്നിട്ടില്ല. അങ്ങനെയാണ് പ്രശ്നം. പക്ഷേ ഇങ്ങനെയുള്ള കോംപ്ലിക്കേഷൻസ് നടക്കുമ്പോൾ ഈ ചിഞ്ചു ചെയ്യുന്ന ഒരു പരിപാടിയുണ്ട്. എന്താണ്? അവളിവിടെ വന്നിട്ട് ഒരു 5 കാശ് രൂപ മേടിച്ച് എടുക്കും വെഞ്ചരിച്ചത്. അപ്പോൾ പരിശുദ്ധ അമ്മ അവളോട് പറയും 10 എണ്ണം മേടിക്കാൻ പറയും. 10 എണ്ണം മേടിക്കാൻ പറയും. ഉടനെ ഇവിടെ 10 കാശ് രൂപ വാങ്ങിക്കും, വെഞ്ചരിച്ച കാശ്. നിങ്ങൾ ആ സാക്ഷ്യം കിടപ്പുണ്ട്, ഇന്നലെ ഇട്ടതാണ്. എന്നിട്ട് ഇവൾ എന്താ ചെയ്യണം? അപ്പോൾ ഞാനിവിടുത്തെ അവൾ കാശ് രൂപ മേടിക്കുന്ന കാര്യമൊക്കെ ഞാൻ പറഞ്ഞാൽ കേൾക്കുന്നുണ്ട്. അത് എന്നെ സംബന്ധിച്ചുള്ള എന്നെ അത്രയും വലുതായിട്ടതൊക്കെ ഒരു പ്രധാനപ്പെട്ട കാര്യമായിട്ട് തോന്നാൻ കാരണം ഞാൻ അവിടെ ഇപ്പോൾ ഉണ്ടായിരുന്നു ഈ സാക്ഷ്യം പറയുമ്പോൾ. പിന്നെ അവൾ പറഞ്ഞത്, ഞാൻ ഈ ഒരു പത്രം കൊടുക്കുമ്പോൾ, ആൾക്കാർക്ക് പത്രം കൊടുക്കുമ്പോൾ, പത്രം എന്ന് പറഞ്ഞാൽ എന്താ, മുഴുവൻ സാക്ഷ്യമല്ലേ, ഈ കാലങ്ങളിൽ ഈ മാസം ഈശോ ചെയ്ത കാര്യങ്ങളാണ് പത്രത്തിലുള്ളത്. ഞാൻ ഈ പത്രം കൊടുക്കുമ്പോൾ അത് ഇതിൽ ഒരു കാശിനും കൂടി വെച്ച് കൊടുക്കും. എന്നിട്ട് ഈശോനെക്കുറിച്ച് പറയും. ഈ കാലഘട്ടങ്ങളിൽ ആരാണ് ഈശോനെക്കുറിച്ച് പറയുന്നത് കേട്ടല്ല, മനസ്സിലായില്ലേ? കാര്യങ്ങളെ പോണ പോക്കേ എത്ര പേര് പണി മേടിക്കാൻ പോകണമെന്ന് അദ്ദേഹത്തിന് അറിയാം. അതായത് ദൈവമൊന്നും, നമ്മളെ ശ്രദ്ധിച്ചില്ലെങ്കിൽ നമുക്ക് നൽകപ്പെട്ട കൃപ തിരിച്ചെടുക്കാൻ സാധ്യതയുണ്ട്. കാര്യം അത്രയ്ക്ക് വെടിക്കെട്ടായിട്ടാണ് മറ്റുള്ളവരെ യേശുവിന് വേണ്ടി ജീവിക്കുകയും ജോലി ചെയ്യുകയും ചെയ്യുന്നത്. അവർ പറഞ്ഞു, ഞാനിവിടെ നിൽക്കുമ്പോൾ അമ്മ എന്നോട് പറഞ്ഞു 10 എണ്ണം മേടിക്കാൻ പറഞ്ഞു. ഞാൻ 10 എണ്ണം മേടിച്ച് ഞാൻ 10 കാശ് രൂപ ഇങ്ങനെ വിതരണം ചെയ്തുകൊണ്ടിരിക്കുക. കാശ് രൂപ, ഒരു കാശ് രൂപ കൊടുക്കും, നല്ലൊരു 10 രൂപ കൊടുക്കും. ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് വീട്ടിൽ നിന്ന് എന്നെ വിളിച്ചു, എടി അപ്പോയിൻമെൻറ്റ് ഓർഡർ വന്നിട്ടുണ്ടെന്ന്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. അത് ഇത്രയും സ്പീഡാണ്. അതെന്തുകൊണ്ടാണ് ചിഞ്ചുവിന് ഇത്രയും സ്പീഡായിട്ട് ഈ വരുന്ന സംഭവം വരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൾ സിൻസിയറാണ് ഈ വിഷയത്തിൽ. നമുക്ക് ഉടമ്പടിയോട് നമുക്ക് കാണിക്കാവുന്ന ഏറ്റവും വലിയ മനോഭാവം സിൻസിയറിറ്റിയാണ്. നമ്മൾ ആ വിഷയം സിൻസിയറായിട്ട് എടുക്കുകയാണ്. അപ്പോൾ ദൈവം സീരിയസ് ആവും. നമ്മൾ സീരിയസ് ആണെങ്കിൽ ദൈവം സിൻസിയറാകും. ദൈവം ഓട്ടോമാറ്റിക്കലി സിൻസിയറാണ്, പക്ഷേ വി ഡോണ്ട് ഫീൽ ഇറ്റ്. നമുക്കത് ഫീൽ ചെയ്യണമെങ്കിൽ നമ്മളതനുസരിച്ച് ഒന്ന് മോഡുലേറ്റ് ചെയ്ത് നോക്കണം, ഒന്ന് ക്രമീകരിക്കണം. 2 കോർഡിനേറ്റ്സ്, ഒന്ന് 20 B പോയിൻ്റാണ്,
നമ്മളിപ്പോൾ ധ്യാനിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഏറ്റു പറഞ്ഞ് അതുകൊണ്ടാണ് ദൈവമഹത്വത്തിന് യേശുക്രിസ്തു വഴി ഞങ്ങൾ ആമേൻ പറയുന്നത്. ആമേൻ എന്ന് വെച്ചാൽ അങ്ങനെ ആയിരിക്കട്ടെ എന്ന് പറയുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങയുടെ വചനം പോലെ നിറവേറട്ടെ. ഇതാ കർത്താവിൻ്റെ ദാസി, അങ്ങയുടെ വചനം പോലെ എന്നിൽ നിറവേറട്ടെ, അവൻ പറയുന്നത് പോലെ ചെയ്യുക. ഇതെല്ലാം ദൈവവചനം നടപ്പിൽ വരുത്തുന്നതിന് വേണ്ടിയുള്ള പ്രത്യുത്തരമാണ്. മനസ്സിലായല്ലേ? ഇതെല്ലാം ഈ ദൈവവചനം നടപ്പിൽ വരുത്തുന്നതിന് വേണ്ടി നമ്മൾ ബോധപൂർവം ശ്രമിക്കുമ്പോൾ നമ്മൾ ആമേൻ പറയുകയാണ്. നമ്മൾ എന്തിനാണ് ആമേൻ പറയണത്? ദൈവമഹത്വത്തിനാണ് ആമേൻ പറയുന്നത്. ഈ മഹത്വം ആണ് നമ്മൾക്ക് കൃപയായി നമ്മളിലേക്ക് ചൊരിയണത്. കൃപയുടെ ഹൃദയസ്പന്ദനം എന്ന് ഈ ദിവസങ്ങളിൽ ഞാൻ ധ്യാനിച്ചൊരു സബ്ജക്റ്റാണ് കൃപയുടെ ഹൃദയസ്പന്ദനം. നമുക്ക് ഹൃദയം ഇടിക്കണേ കേൾക്കാൻ പറ്റുമല്ലോ അല്ലേ? ഹൃദയം ഇടിക്കേക്കല്ലേ? ഇതുപോലെ ഈ കൃപ ഈ ഇങ്ങനെ ഒരു സ്പന്ദനം ചെയ്യണേ കേൾക്കാൻ പറ്റും. നമ്മുടെ ജീവിതത്തിലെ കൃപ നിറയുമ്പോഴേ കൃപ ഇങ്ങനെ സ്പന്ദിക്കുന്നത് നമുക്ക് കേൾക്കാൻ പറ്റും. വിപിൻ്റെ സാക്ഷിയൊക്കെ മനോഹരമാകണത് ആ വഴിക്കാണ്. വിപിൻ്റെ പ്രോബ്ലം എന്താണ്? അരിയറല്ലേ? അരിയറാണ് എന്ന് വെച്ചാൽ 20 സബ്ജക്റ്റല്ലേ അരിയർ വന്നിരിക്കുന്നത് ബിടെക്കുകാരൻ. അപ്പോൾ എന്നെ സംബന്ധിക്കുന്നത് ഇവൻ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അപ്പോഴവന് ആരോ ഒരു കൃപാസനം പത്രം കൊടുത്തു. കൃപാസനം പത്രം തന്നെയാണ് മാതാവിൻ്റെ ഏറ്റവും വലിയ സന്ദേശവാഹകൻ. ഒരു മാലാഖിയായിട്ട് വർക്ക് ചെയ്യണതെല്ലാം ഈ കൃപാസനം പത്രമാണ്. ആരോ ഒരു കൃപാസനം പത്രം കൊടുത്തു. അപ്പോൾ അവൻ പറയുന്നുണ്ട് സാക്ഷ്യത, എനിക്ക് ക്രിസ്ത്യൻ ഫെയ്ത്തിനോട് അത്ര അറിയത്തില്ല, എനിക്ക് താല്പര്യമില്ല, ഞാൻ അന്ന് യൂസ്ഡ് അല്ല ക്രിസ്ത്യൻ ഫെയ്ത്ത്, അതുകൊണ്ട് ഞാനത് അത്രയും ശ്രദ്ധിച്ചില്ല. ഒരാഴ്ച അതാണ് പറയുന്നത്, ബിബിൻ പറയുന്നതാണ്, ക്രിസ്ത്യൻ ഫെയ്ത്ത് എനിക്ക് യൂസ്ഡ് അല്ല, അത് കഴിഞ്ഞ് ഞാൻ ശ്രദ്ധിച്ചില്ല, അത് ഞാൻ ചുമ്മാ വാങ്ങിച്ചെന്നേ ഉള്ളത്. പക്ഷേ പിറ്റേ ആഴ്ചയിലും വേറെ ഒരർത്ഥം കൊണ്ടുവന്ന് കൃപാസനം പത്രം കൊടുത്തു. അപ്പം ജസ്റ്റ് നോക്കി, വേറെ ഒരു ദിവസം കൂടി ഒരു പത്രം കൂടി അവനും കൊണ്ട് ആരോ കൊണ്ടൊന്ന് കൊടുത്തു. അപ്പോഴും അവൻ ശ്രദ്ധിച്ചു. കണ്ടു നോക്കി, ഒരാളിന് തന്നെ എങ്ങനെയാണ് ഒരാളെ മാതാവ് തൻ്റെ സ്നേഹത്തിലേക്ക് അടുപ്പിക്കണമെന്ന് നോക്കി. നിങ്ങൾ വഴിയാണ് അല്ലേ? നിങ്ങൾ ഓരോരുത്തരും വഴിയാണ് ഈ പ്രേക്ഷിത പ്രവർത്തനം നടക്കുന്നത്. ബിബിൻ എങ്ങനെയാണ് വിശ്വാസത്തിലേക്ക് വരുന്നത് നോക്കിയേ. ഞങ്ങൾ നിങ്ങളോട് പറയുമ്പോൾ എനിക്കിതിനെ വിശദാംശങ്ങൾ അമ്മ എന്നോടൊന്നും പറഞ്ഞിട്ടില്ല. അമ്മ ക്യാപ്ഷൻസ് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഞാൻ പിന്നെ കാലാന്തരത്തിലാണ് ഓരോരോ കാര്യങ്ങൾ നടക്കണ കണ്ടിട്ട് കാര്യങ്ങളെ വ്യാഖ്യാനിച്ചെടുക്കുന്നത്. അമ്മ എന്നോട് പറഞ്ഞ അവൻ പറയണ പോലെ ചെയ്യണം, അത് ഈശോയുടെ വചനങ്ങൾ അറിയാൻ പാലാത്തത് അറിയിക്കണം, അറിഞ്ഞവരെ ആഴപ്പെടുത്തണം, അതിനുവേണ്ടി നിങ്ങൾ ഈശോൻ്റെ വചനമുള്ള, ഈശോയുടെ പ്രവർത്തനങ്ങളുള്ള, ഈശോയുടെ സാക്ഷ്യമുള്ള, ഇപ്പോഴുള്ള പ്രവർത്തനങ്ങളുള്ള പത്രം കൊടുക്കണം. അത്രേ എന്നോട് ആദ്യ കാര്യങ്ങൾ പറഞ്ഞുള്ളായിരുന്നു. പക്ഷേ ഇപ്പോൾ എന്താ സംഭവിച്ചിരിക്കുന്നത്? ജനതകൾക്ക് വിശ്വാസം കൈമാറുകയാണ്. ശരിക്കും ജനതകളുടെ വിശ്വാസം കൈമാറണം വെച്ച് കഴിഞ്ഞാൽ എന്തിനാണ് വിശ്വാസം കൈമാറുന്നത്? ഇതൊരു മതം മാറ്റമല്ല, മറിച്ച് എന്താ സംഭവിക്കണത്? ഇവിടെ ആരെയും ന്യായസ്ഥാനപ്പെടുത്തുക ഒന്നും ചെയ്യണില്ല. എന്താ സംഭവിക്കണത്? ക്രിസ്തു ഒരു മനുഷ്യൻ്റെ എല്ലാ ആവശ്യങ്ങളും എന്താണ്? ക്രിസ്തുവിൽ അതേ ആണെന്ന് മനസ്സിലായില്ലേ? നിങ്ങൾ ലോകത്തിന് മുഴുവൻ മനുഷ്യരാശിക്ക് വേണ്ടിയുള്ള മനുഷ്യൻ്റെ വേദന, കണ്ണീര്, സങ്കടം, രോഗം, അവൻ്റെ വിദ്യാഭ്യാസം, അവൻ്റെ ജോലി, അങ്ങനെ മുഴുവനും ആധ്യാത്മികവും ഭൗതികവുമായ മുഴുവനും മനുഷ്യൻ്റെ ആവശ്യങ്ങൾ ദൈവം എങ്ങനെ നൽകിയിരിക്കുന്നത്? വാഗ്ദാനത്തിൻ്റെ രൂപത്തിലാണ് നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് ഈ സകല വാഗ്ദാനങ്ങളും ക്രിസ്തുവിൽ ഐക്യപ്പെട്ടിരിക്കുകയാണ്. ക്രിസ്തുവിനെ സ്വീകരിക്കുമ്പോൾ 8852 വാഗ്ദാനങ്ങളുടെ നിവർത്തിയാണ് നമ്മൾ സ്വീകരിക്കുന്നത്. നമ്മൾ അമ്മയുടെ ഉദരത്തിൽ നമ്മളൊരു ഫീറ്റസായിട്ട് രൂപപ്പെട്ട് വരുന്നത് തൊട്ട് നമ്മുടെ നിത്യത വരെയുള്ള ആത്മീയവും ഭൗതികവുമായ മുഴുവൻ വാഗ്ദാനങ്ങളാണ്. വാഗ്ദാനങ്ങളെല്ലാം ക്രിസ്തുവിൽ, ഒന്ന് പറഞ്ഞേ, സകല വാഗ്ദാനങ്ങളും ക്രിസ്തുവിൽ അതേ എന്ന് ക്രിസ്തു അതേ എന്ന്
അതേ എന്ന് തന്നെ. തന്നെ. അതുകൊണ്ടാണ് ദൈവമഹത്വത്തിന് അവൻ വഴി ഞങ്ങൾ ആമേൻ പറയുന്നത്. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് ജപ്റ്റ് നടപടിയാണ്, അല്ല നിങ്ങൾക്ക് ജോലിയില്ല. കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു മകൻ പോളണ്ടിൽ പോയി. അവന് അവിടെ അവൻ്റെ അമ്മ ഇവിടെ വന്ന് കണ്ണീരിടുകയാണ്. എന്താണ്? അവന് ഭക്ഷണമില്ലടാ, അവന് ഭക്ഷണമില്ല. അവന് ഭക്ഷണമില്ല എന്ന് വെച്ചാൽ അവൻ്റെ ജോലി പോയി. കഴിഞ്ഞ ആഴ്ച ഞാൻ നിങ്ങളോടത് പറഞ്ഞായിരുന്നു, അതുകൊണ്ട് ഇപ്പോൾ ഞാനത് ആവർത്തിക്കണില്ല. പക്ഷെ അതല്ല, വിത്തിൻ 24 hours എങ്ങനെയാണ് അവൻ പഠിച്ച സബ്ജക്റ്റിന് തന്നെ അവന് അപ്പോയിൻമെൻറ്റ് കിട്ടണത് വിദേശ രാജ്യത്ത്? അവൻ്റെ ഒരു രാത്രിയിൽ അവന് ഭക്ഷണമില്ലാതെ ഒരു മുസ്ലിം പള്ളിയുടെ വാതിൽക്ക് കിടന്ന് ഉറങ്ങിയവൻ്റെ ജീവിതം എത്ര പെട്ടെന്നാണ് അമ്മ റീസെറ്റ് ചെയ്യണത്. അതുപോലെ സകല വാഗ്ദാനങ്ങളും, നിൻ്റെ ജീവിതത്തെ പുനഃക്രമീകരിക്കാനുള്ള സകല വാഗ്ദാനങ്ങൾ എന്ന് പറഞ്ഞ എൻ്റെ ജീവിതത്തെ പുനഃക്രമീകരിക്കാനുള്ള സകല വാഗ്ദാനങ്ങളും അതേ എന്നുള്ളടക്കം ചെയ്തിരിക്കുന്ന ക്രിസ്തുവിനെ അഭിഷേകമായി സ്വീകരിക്കാൻ അമ്മേ പരിശുദ്ധമ്മേ എനിക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കണമേ. ശ്രദ്ധിക്കട്ടെ, നമുക്ക് വാഗ്ദാനത്തിൻ്റെ സുവിശേഷ പ്രഘോഷണമാണ് അടുത്ത വചനം. ഇതിനോട് ചേർന്ന് വരുന്ന വചനം ഹെബ്രായ ലേഖനം 10:23. നമ്മോട് വാഗ്ദാനം ചെയ്തിരിക്കുന്നവൻ വിശ്വസ്തനാകയാൽ നമ്മുടെ പ്രത്യാശയേറ്റ് പറയുന്നതിൽ നാം സ്ഥിരതയുള്ളവരായിരിക്കണം. ഇതാണ് ഉടമ്പടി നിർവർത്തിക്കാനുള്ള കുറച്ച് കാര്യങ്ങളാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മനസ്സിലായില്ലേ? സകല വാഗ്ദാനങ്ങളും ക്രിസ്തുവിൽ അതേ എന്നായതുകൊണ്ട് നമ്മൾ ദൈവമഹത്വത്തിന് അതേ എന്ന് പറയുന്നത് എന്തിനാണ്? വാഗ്ദാനം പ്രാപിക്കാൻ വേണ്ടിയാണ്. മനസ്സിലായില്ലേ? ഉടമ്പടിയിൽ വെച്ചിരിക്കുന്ന വിഷയങ്ങളിൽ എത്രയും വേഗം നിറവേറാൻ വേണ്ടിയുള്ള ദൈവികമായ നടപടികളുടെ സൂത്രവാക്യങ്ങളാണ്, ബൈബിൾ വാക്യങ്ങളാണ് വായിക്കുന്നത്. ഇപ്പൊ എന്താ വായിക്കാൻ പോണത്? നമ്മോട് വാഗ്ദാനം ചെയ്തിരിക്കുന്നവൻ വിശ്വസ്തനാകയാൽ നമ്മുടെ പ്രത്യാശ ഏറ്റുപറയുന്നതിൽ നാം സ്ഥിരതയുള്ളവരായിരിക്കണം. ഇത് ഉടമ്പടി വാഗ്ദാനങ്ങൾ പ്രാപിക്കാനുള്ള രണ്ടാമത്തെ എളുപ്പ വഴിയാണത്. എന്താണ്? ഒന്ന്, നമ്മുടെ വാഗ്ദാനം. ഇതേ ലേഖനം ഏതാണ്? ഹെബ്രായ ലേഖനം. ആരെഴുതിയാണ്? പൗലോസ് അപ്പോസ്തലൻ. എത്രാം വാക്യമാണ്? 10ാം വാക്യം. എത്രാം വചനമാണ്? 23. എന്താ പറയണത്? നമ്മോട് വാഗ്ദാനം ചെയ്തിരിക്കുന്നവൻ എന്ന് പറഞ്ഞേ. എന്താ അവൻ്റെ പ്രത്യേകത? വിശ്വസ്തൻ. അല്ലേ? അതെ, അതിപ്പോൾ 2 തിമോത്തി 2:13 എൻ്റെ വചനം. നാം അവിശ്വസ്തരായിരുന്നാലും ഏറ്റു പറഞ്ഞേ, നാം അവിശ്വസ്തരായിരുന്നാലും അവൻ വിശ്വസ്തനായിരിക്കും. എന്തെന്നാൽ തന്നെ തന്നെ നിഷേധിക്കുക അവന് സാധ്യമല്ല. അപ്പോൾ അച്ഛൻ എപ്പോഴും നിങ്ങൾ പറഞ്ഞിട്ടുള്ളതാണ്, ഉടമ്പടി എന്ന് പറയുന്നത് ചൊല്ലണ പ്രാർത്ഥനയല്ല, പിന്നെ എന്താണ്? ചെയ്യുന്ന പ്രാർത്ഥനയാണ്. ഉടമ്പടിക്ക് വിശ്വാസമല്ല വേണ്ടത്, പിന്നെ എന്താണ്? വിശ്വസ്തതയാണ് വേണ്ടത്. എന്താണ് വിഷയം? വിശ്വസ്തതയാണ് പ്രോബ്ലം വരുന്നത്. ഉടമ്പടിയെ നമുക്ക് ഉപയോഗിക്കേണ്ടത് അച്ഛനൊക്കെ നമുക്കറിയാമല്ലോ. നമുക്ക് വണ്ടിയിൽ പെട്രോൾ ഉപയോഗിക്കുന്നു, വിമാനത്തിൽ ഏവിയേഷൻ ഓയിൽ ഉപയോഗിക്കുന്നു, അല്ലേ? അതുപോലെ തന്നെ സാധാരണ നമ്മുടെ ജീവിതത്തിൻ്റെ ആവശ്യങ്ങൾക്കും പ്രാർത്ഥനകൾക്കും എല്ലാം നമ്മൾ ഉപയോഗിക്കുന്നത് വിശ്വാസമാണ്. പക്ഷേ ഹെവി ഡ്യൂട്ടി ആയിട്ടുള്ള കാര്യങ്ങൾ, ഇപ്പോൾ ഹെവി ഡ്യൂട്ടിയാണ്, വിപിൻ്റെ പ്രശ്നം ഹെവി ഡ്യൂട്ടിയാണ്. ഹെവി ഡ്യൂട്ടി ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ വിശ്വാസം കൊണ്ട് പറ്റത്തില്ല. എന്താ പറ്റണത്? ഇവന് 20 അരിയറല്ലേ ഇല്ലേ? അത് എടുത്താൽ കൂട്ടിപ്പോയാൽ നിങ്ങൾക്ക് തോന്നണം, നിങ്ങൾ ബിയോട്ടിക്കാർ ഇതിൻ്റെ തുരുമ്പുണ്ടല്ലോ, നിങ്ങൾ കൂടിപ്പോയി എത്രണ്ണം കിട്ടാൻ പറ്റും? ഒരു 10,000 കിട്ടും, 10 കിട്ടും. കഷ്ടപ്പെട്ട് പിടിച്ച 10 കിട്ടുമായിരിക്കും. പിന്നെ 10 എഴുതാൻ വേറെ അടുത്ത സെമസ്റ്റർ നോക്കേണ്ടി വരും. പണിയായിരിക്കും ഇത്, പെട്ടുപോയാൽ പണിയാണ്. പക്ഷെ നീ പെട്ടുപോയാൽ പണിയാകാതിരിക്കാനാണ് നിനക്ക് അമ്മയെ തന്നിരിക്കുന്നത്. ഞാൻ എന്തുകൊണ്ടാണ് നിങ്ങളോട് വിശ്വസ്തത? ഇപ്പോൾ 2 തിമോത്തി 2:13 നമ്മൾ വായിച്ചു. എന്താ വായിച്ചിരിക്കുന്നത്? നമ്മൾ അവിശ്വസ്തരായിരുന്നാലും ദൈവം വിശ്വസ്തനായിരിക്കും. പക്ഷേ അതുകൊണ്ട് നമുക്ക് വലിയ പ്രയോജനമില്ല. ദൈവം വിശ്വസ്തനാകുന്നത് കൊണ്ടേ എന്താ കാര്യം എന്നറിയാവോ? ഇതിൻ്റെ ഒരു പ്രോബ്ലം അനുഗ്രഹവും, അച്ഛൻ നേരത്തെ പറഞ്ഞൊരു അനുഗ്രഹവും ആ അനുഗ്രഹം അനുഭവിക്കാനുള്ള യോഗ്യതയും 2 വിഷയമാണ്.
മനസ്സിലായില്ലേ? അനുഗ്രഹം. ഇപ്പം നിങ്ങൾക്ക് നിങ്ങളൊരു മിഠായി കഴിക്കുന്നു, അല്ലെങ്കിൽ ഒരു ചോറ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കറിയും കൂട്ടി നിങ്ങൾ ചോറുണ്ണാമെന്ന് വിചാരിച്ചോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കറി എന്ന് പറയുമ്പോൾ അമ്മ നമുക്ക് വെച്ച് തന്നിട്ടുള്ള പണ്ട് പോലെ നമുക്ക് ടേസ്റ്റ് നമ്മുടെ ബ്രെയിനിൽ സേവ് ചെയ്തതാണ്. രുചിയൊക്കെ ഒരു ഇൻ്റലക്ച്വൽ സങ്കല്പമാണല്ലോ. രുചി അതിൽ തന്നെ രുചിയല്ലല്ലോ, അതൊരു നമുക്ക് പണ്ട് സേവ് ചെയ്ത സംഭവങ്ങൾ വീണ്ടും കിട്ടുമ്പോൾ സ്വാഭാവിക ബുദ്ധി അത് ഡിക്റ്റേറ്റ് ചെയ്യുന്നത്. ബുദ്ധി നമ്മൾക്ക് സ്യൂട്ടബിളായ രീതിയിൽ നമ്മളോട് ബുദ്ധി പ്രതികരിക്കുന്നു. അപ്പോൾ നമുക്ക് ഇഷ്ടപ്പെടുന്നു, അതാണ് സാധനം ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ അത് ആ പ്രോസസ്സ് രുചിയുടെ പ്രോസസ്സ് എന്ത് തന്നെയായാലും പിന്നെ നാക്കിന് രുചി ഉണ്ടാക്കാൻ പറ്റത്തില്ല. അതിന് രസന എന്ന് പറയുന്ന ഒരു ടേസ്റ്റ് ബഡ്സൊക്കെ ഉണ്ടെങ്കിലും ഇവന് സെൻസ് ചെയ്യാനേ പറ്റത്തുള്ളൂ. ഇതിൻ്റെ രുചി രസം നമുക്ക് നൽകേണ്ടത് ബുദ്ധിയല്ലേ. കാര്യം ഇതിൻ്റെ വ്യത്യസ്തങ്ങളായ രസങ്ങൾ സേവ് ചെയ്തിരിക്കുന്നത് ബുദ്ധിയിലല്ലേ. അപ്പോൾ അതുകൊണ്ട് തലച്ചോറിലാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ബുദ്ധിയുടെ ഒരു പ്രക്രിയ. എങ്കിലും ചില സമയത്ത് നമ്മൾക്ക് അമ്മ വെച്ച് തന്നത് തന്നെ ടേസ്റ്റിൽ നമ്മൾ ചിലപ്പോൾ ഊണ് കഴിച്ചാലും നമുക്ക് ആ ടേസ്റ്റ് ഫീൽ ചെയ്യത്തില്ല. എന്തുകൊണ്ടായിരിക്കും? നമുക്ക് വല്ല പനിയോ വല്ലതും ഉള്ളതുകൊണ്ടായിരിക്കും. ഇല്ലേ? മനസ്സിലായില്ലേ? അല്ലേ? പനി വന്നു കഴിഞ്ഞാൽ ആഹാരങ്ങൾക്കൊന്നും രുചി ഉണ്ടാകത്തില്ല. ഇതുപോലെയാണ് വിശ്വസ്തത നമുക്കില്ലെങ്കിലും ദൈവം വിശ്വസ്തനായത് കാരണം നമുക്ക് ഇതിൻ്റെ ഡൗൺലോഡ് ചെയ്ത് തരും, അനുഗ്രഹം കിട്ടും. പക്ഷേ അനുഗ്രഹം കിട്ടണമല്ല പ്രശ്നം, അത് അനുഭവിക്കാനുള്ള യോഗ്യത ഒരു പ്രശ്നമാണ്. ചില ആൾക്കാർ ഈ 50 കൊല്ലം ജോലി എടുത്തിട്ടും അവസാനം കയ്യിലൊന്നും ഇല്ലായിരിക്കണം. എന്തുകൊണ്ടാണ്? 50 കൊല്ലം ജോലി എടുത്തിട്ടില്ലേ? സർക്കാരിൽ 55-ാമത്തെ 58-ാമത്തെ വയസ്സിൽ റിട്ടയർ ചെയ്യുമ്പോൾ അവരുടെ കയ്യിലില്ല ഒന്നും. അവർക്ക് തന്നെ അറിയാൻ പറ്റില്ല പൈസ എങ്ങോട്ടൊക്കെ പോയെന്നൊരു പിടിയില്ല, സംരക്ഷണമില്ല അതിന്. നിങ്ങൾ വിശ്വസ്തത എന്ന് പറയുമ്പോൾ ഒരു പ്രൊട്ടക്ഷൻ അതിൻ്റെ അകത്തുണ്ട് കേട്ടോ. അതെപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കണം. ആൾക്കാർക്ക് മിസ് ചെയ്യുന്നൊരു പോയിൻ്റാണ്. നിങ്ങൾക്ക് ജോലി, വീട്, വിവാഹം, വസ്തു വിൽപ്പന, ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങൾ, അല്ലെങ്കിൽ നിങ്ങളുടെ ബിസിനസ്സിലെ വിജയം, അല്ലെങ്കിൽ നിങ്ങളുടെ PR, അല്ലെങ്കിൽ പ്രൊമോഷൻ, ഇങ്ങനെ ഓരോ ഭൗതികമായിട്ടുള്ള ആനുകൂല്യങ്ങൾ കിട്ടിക്കഴിയുമ്പോൾ സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു, അത് പ്രാർത്ഥിക്കാതെ കിട്ടിയല്ലോ, എനിക്ക് പ്രാർത്ഥിച്ച് തന്നെ കിട്ടിയത്. ഇതുമായിട്ട് കണക്ട് ചെയ്യുമ്പോൾ നമുക്ക് ചില സമയത്തൊക്കെ കുറച്ച് എവിടെയെങ്കിലും ലിങ്കൊക്കെ പോകും. പക്ഷേ ലിങ്ക് പോകാത്തൊരു സംഭവമുണ്ട്. എന്താ കാര്യം? നമ്മൾ ദൈവത്തിൻ്റെ കയ്യിൽ നിന്നാണ് ഒരു സംഭവം മേടിക്കണമെങ്കിൽ, എൻ്റെ അഭിപ്രായം എന്താണെന്നറിയാമോ? എൻ്റെ ഒരു സ്വഭാവത്തിൽ ഞാൻ ഈ കന്നഡ ഇങ്ങനെ ഊരണമെങ്കിൽ പോലും കർത്താവ് കന്നഡ ഊരണമെന്ന് മനസ്സിലെങ്കിലും ഞാൻ പറയും. എന്നുവെച്ചാൽ ഞാൻ സേവ് ചെയ്യും എല്ലാ കാര്യങ്ങളും. ദൈവാനുഭവത്തിൻ്റെ ഏറ്റവും വലിയൊരു വഴി അതാണ്. നമുക്ക് ചെയ്യാവുന്ന നിസ്സാരമായ ഒരു കച്ചിത്തുരുമ്പ് പൊക്കണത് പോലും കർത്താവിൻ്റെ കരുണയ്ക്ക് വേണ്ടി സമർപ്പിച്ചുകൊണ്ട് വിനയപ്പെട്ട് സമർപ്പിക്കണം. ഇത് എൻ്റെ ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു സംരക്ഷണത്തിൻ്റെ സൂത്രവാക്യമാണ്. അവർ വെൽത്ത് ആൻഡ് അവർ എബിലിറ്റി മസ്റ്റ് ബി പ്രൊട്ടക്റ്റഡ്. ആര് പ്രൊട്ടക്റ്റ് ചെയ്യണം? ആയുധധാരിയായ ബലവാൻ ഭവനത്തിന് കാവൽ നിൽക്കുമ്പോൾ അവൻ്റെ വസ്തുവകകൾ സുരക്ഷിതമായിരിക്കുമെന്ന് കർത്താവ് പറഞ്ഞു. ഈ വചനം എപ്പോഴും ഓർത്തുകൊണ്ട് ആയുധധാരിയായ ബലവാൻ, അത് ശരിക്കും പറഞ്ഞ അത് ദൈവത്തിനാണ് ഉദ്ദേശിക്കുന്നത്. വായിച്ചോളൂ. ലൂക്ക 11:21. ശക്തൻ ആയുധധാരിയായി തൻ്റെ കൊട്ടാരത്തിന് കാവൽ നിൽക്കുമ്പോൾ അവൻ്റെ വസ്തുക്കൾ സുരക്ഷിതമാണ്. പ്രൈസ് ദി ലോർഡ്. ഈ ശക്തൻ ദൈവമാണ്. ദൈവത്തെ കൊണ്ട് നിൻ്റെ ജീവിതത്തിന് സുരക്ഷിതത്വം ഉണ്ടാക്കണം, കാവൽ നിർത്തണം. ഇതിന് ഫിഡലിറ്റിയുടെ ഒരു ഇഫക്റ്റാണത്. അതുകൊണ്ടാണ് വൈ ഐ ആം പ്രൊമോട്ടിങ് ഫിഡലിറ്റി ഇൻസ്റ്റെഡ് ഓഫ് ഫെയ്ത്ത്. എന്തുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് വിശ്വസ്തത പ്രൊമോട്ട് ചെയ്യാൻ കാരണം? അത് ഈ പ്രൊട്ടക്ഷൻ്റെ പ്രോബ്ലമാണ്. വിശ്വസ്തത. നമുക്ക് ജോലി കിട്ടിയാൽ മാത്രം പോരാ, ഭർത്താവിനെ ഭാര്യയോ കല്യാണം കെട്ടിയാൽ മാത്രം പോരാ, കുഞ്ഞുങ്ങളുണ്ടായാൽ മാത്രം പോരാ. ഇവരെല്ലാം നമുക്ക് ഉപയോഗപ്പെടണം, അനുഭവവേദ്യമാകണം. ആൻഡ് ബ്ലെസ്സിങ്സ് ആൻഡ് ദ എക്സ്പീരിയൻസ് ഓഫ് ബ്ലെസ്സിങ്സ് ഈസ് 2 കാര്യമാണത്. അതുകൊണ്ട്
നമുക്ക് അനുഗ്രഹം കിട്ടണമല്ല പ്രശ്നം, അത് അനുഭവിക്കാനുള്ള യോഗ്യതയാണ് പ്രശ്നം. ഹെബ്രായർ 10:23 നമ്മൾ ധ്യാനിച്ചുകൊണ്ടിരിക്കുന്നത്. പറഞ്ഞ് നമ്മോട് വാഗ്ദാനം ചെയ്തിരിക്കുന്നവൻ വിശ്വസ്തനാകയാൽ നമ്മുടെ പ്രത്യാശ ഏറ്റു പറയുന്നതിൽ നാം സ്ഥിരതയുള്ളവരായിരിക്കണം. ഈ വിശ്വസ്തയുടെ ഭാഗമാണ് സ്ഥിരത. മനസ്സിലായില്ലേ? അതായത് വളരെ പരിശുദ്ധാത്മാവ് ഒത്തിരി വിത്ത് ഒരു സ്പ്ലെൻഡർ ഇൻ്റലിജൻറ്റിലാണിത് അഭിഷേകം പ്രകാരം എഴുതിയിരിക്കുന്നത്. ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ മക്കളെ, ഇറ്റ് ഇസ് വണ്ടർഫുൾ. നോക്കിയേ, ഒന്ന് ഏറ്റു പറഞ്ഞു, നമ്മോട് വാഗ്ദാനം ചെയ്തിരിക്കുന്നവൻ അവൻ ആരാണ്? വിശ്വസ്തൻ. അവൻ വിശ്വസ്തനാകയാൽ നമ്മുടെ പ്രത്യാശ ഏറ്റുപറയുന്നതിൽ നാം സ്ഥിരതയുള്ളവരായിരിക്കണം. അച്ഛൻ എപ്പോഴും പറയത്തില്ല, ബൈലാറ്ററലായിട്ടുള്ള ഫിഡലിറ്റിയാണ് വർക്കൗട്ട് ചെയ്യേണ്ടത്. ഉഭയകക്ഷി. ദൈവം വിശ്വസ്തനാണെങ്കിൽ നമ്മളും എന്താ പറയണത്, നമ്മളും പ്രത്യാശ ഏറ്റുപറയുന്നത് നമ്മളും സ്ഥിരതയുള്ളവരായിരിക്കണം. എന്ന് വെച്ചാൽ നമ്മളും വിശ്വസ്തരുള്ളവരായിരിക്കണമെന്ന്. അത് ബൈലാറ്ററൽ ഫിഡലിറ്റിയാണ്. ഉടമ്പടിയുടെ ഒരു ആത്മാവാണത്. എന്താണ്? ദൈവം വിശ്വസ്തനാണ്, അതുകൊണ്ട് നമ്മളും വിശ്വസ്തരായിരിക്കണം. ഈ വിശ്വസ്തതയാണ് എന്തിനാണ്? വിശ്വസ്തത എങ്ങനെയാണ് നമ്മൾ ഏറ്റുപറയണത്? വിശ്വസ്തത അല്ലെങ്കിൽ നമ്മൾ ദൈവത്തോട് കാണിക്കണ വിശ്വസ്തത വാക്കിലോ പ്രവൃത്തിയിലോ എന്തിനാണ് ലക്ഷ്യം വെക്കണത്? നമ്മുടെ പ്രത്യാശ ഏറ്റുപറയുന്നതിലാണ്. നമുക്ക് സകല വാഗ്ദാനങ്ങൾ യേശുവിൽ എന്താണ്? അതേ തന്നെയാണ്, അല്ലേ? അതുകൊണ്ട് അതാണ് നമ്മുടെ പ്രത്യാശ. അത് ഏറ്റുപറയണം. നമ്മൾ എന്ത് ചെയ്യണം? വിശ്വസ്തത കാണിക്കണം. ബിബിൻ്റെ വിഷയം എന്ന് വെച്ചാൽ, ബിബിന് എന്താ ചെയ്തതെന്നറിയാമോ? ബിബിൻ ചെയ്തത് കോവിഡ് കാലത്താണ് ഇവിടെ വരണത്. ഇവൻ ഈ 3-4 പേരൊക്കെ പല ദിവസങ്ങൾക്ക് അവന് പത്രം കൊടുത്തു കഴിഞ്ഞപ്പോൾ അവൻ ഈ അമ്മയെ തിരക്കി ഇവിടെ വരും. അപ്പോൾ ഇവിടെ അടച്ചിട്ടിരിക്കുക. അപ്പോൾ വാദിക്കാനിരിക്കുന്ന മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ചിട്ടാവും പോകും. അവൻ്റെ ബിടെക് കാര്യങ്ങളും പരീക്ഷകളൊക്കെ അവൻ ഓൺലൈനിൽ ഉടമ്പടി ചെയ്യും. ഇപ്പോൾ ഈ ദിവസങ്ങളിൽ ഓൺലൈൻ ഉടമ്പടി സാക്ഷ്യങ്ങൾ ഒത്തിരി ഉണ്ട്. ഓൺലൈൻ ഉടമ്പടി ചെയ്ത ആൾക്കാരെല്ലാം പെട്ടെന്ന് വന്നിട്ട് എന്തുകൊണ്ടാണ് അവർ തീർത്ഥാടന ഉടമ്പടി ചെയ്യണമെന്ന് വെച്ചാൽ, ഓൺലൈൻ ഉടമ്പടി എടുക്കുമ്പോൾ തന്നെ ദൈവം ലൈനിലാവും. അവൻ്റെ വാക്കുകൾക്ക് അവൻ്റെ വേദനയ്ക്ക് ആശ്വാസം കിട്ടും. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യണത്. അപ്പോൾ ആദ്യം ഇവന് ഓൺലൈൻ ഉടമ്പടി ചെയ്യാണ് ചെയ്തത്. എന്നിട്ട് ഇവൻ്റെ പ്രോബ്ലം വെച്ച് കഴിഞ്ഞാൽ, വൈ ഉടമ്പടി? എന്തുകൊണ്ടാണ് ഉടമ്പടി എന്ന് നിങ്ങൾ അറിയണം. എവിടെയാണ് ഉടമ്പടി തുടങ്ങേണ്ടത്? വാട്ട് ഈസ് ദ കോസ് ആൻഡ് സ്പേസ് ഓഫ് ദി കവനൻറ്റ്? എന്താണ് അതിൻ്റെ കാരണങ്ങൾ ഉടമ്പടിയുടെ? അത് നമ്മുടെ ഡീമെറിറ്റ്സ് ആണ്. മനസ്സിലായില്ലേ? ഉടമ്പടിയുടെ കാരണം നമ്മൾ എന്തിനാണ് ദൈവത്തോട് ഉടമ്പടി ചെയ്യണത്? നമ്മുടെ മെറിറ്റ് ലൂസ് ചെയ്യുമ്പോഴാണ് നമ്മൾ ഉടമ്പടി ചെയ്യുക. നമുക്കറിയാമല്ലോ, ഇപ്പോഴും ഞാനിവിടെ OIT, MOH, AHAD, PSC, ബിടെക്കാരൊക്കെ എല്ലാ ദിവസവും പ്രാർത്ഥിക്കും. ഞായറാഴ്ച മാത്രമേ ഞാൻ ആൾക്കാരെ കാണാതെ ഉള്ളൂ, ബാക്കി എല്ലാ ദിവസവും കാണാം. പക്ഷേ നിങ്ങൾ കാര്യം ചെയ്യണം, ഞാനിവിടെ ഉണ്ടോ ഇല്ലേ എന്ന് വിളിച്ച് നോക്കി ബുക്ക് ചെയ്ത് ഉറപ്പ് വരുത്തണം. കാര്യം എനിക്ക് ബിഷപ്പ് ഹൗസിലും കൂടുതൽ ഉത്തരവാദിത്തങ്ങളായിപ്പോൾ. തന്നെയല്ല, പല സ്ഥലങ്ങളിൽ കൃപാസനത്തിന് ശുശ്രൂഷകളല്ല പ്രോജക്റ്റുകൾ നടക്കുന്നുണ്ട്. അപ്പോൾ ചില ദിവസങ്ങൾക്ക് എനിക്ക് ബൈ പേഴ്സൺ പോകാതിരിക്കാൻ പറ്റത്തില്ല. ഗവൺമെൻറ് ഓഫീസർമാർ വിസിറ്റ് ചെയ്യണം. അപ്പോൾ ഗവൺമെൻറ് പ്രോജക്റ്റാണ് 1-2 എണ്ണം. അപ്പോൾ ഗവൺമെൻറ് ഓഫീസർമാർ വിസിറ്റ്, ഇപ്പോൾ സിമിത്തേരി പണിയുന്നുണ്ട് എൻ്റെ പള്ളിയിൽ ഇടവകെ, അതെല്ലാം റിമോട്ടിൽ ചെയ്യുകയാണ്. പക്ഷേ ചില ദിവസങ്ങൾ ഞാൻ ചെല്ലേണ്ടി വരും. അപ്പോൾ ആ സമയത്ത് ഞാൻ മസ്റ്റ് പോകുമ്പോൾ അത് എൻ്റെ മക്കളൊന്ന് അറിയണം. അപ്പോൾ ജസ്റ്റ് ഒന്ന് വിളിച്ച് 9447285400 വിളിച്ച് ചോദിക്കും. അതാണ് നമ്പർ. അത് ആ നമ്പറിൽ വേറെ ആരും വിളിച്ചെടുക്കത്തില്ല. നിങ്ങൾ ചോദിക്കുമ്പോൾ അവിടെ അച്ഛൻ നാളുണ്ടോ, രോഗിയെ കൊണ്ടുവരാനാണെന്ന് പറയണം. അത് അപ്പോൾ അങ്ങനെ പറയുമ്പോൾ ഞങ്ങൾക്ക് ഉറപ്പാകത്തില്ല. ചില ആൾക്കാരെ വന്നിട്ട് ചിലപ്പോൾ ഞാൻ ഇല്ലാത്ത ദിവസം വന്ന് പോകും. ഇപ്പോഴേ വിഴിഞ്ഞാൻ സമരം നടക്കുകയല്ലേ. അപ്പോൾ ഞങ്ങൾ അതിനു വേണ്ടി കരിദിനത്തിൻ്റെ ദിവസത്തിൽ ഞങ്ങൾ വേറെ സമരം കളക്ടറേറ്റ് ധർണയ്ക്ക് പോയി. ഇപ്പോൾ ഇന്നലെ ജയശങ്കറിൻ്റെ വീഡിയോ നിങ്ങൾ കണ്ടു കാണുമായിരിക്കും. അതായത് ഞാൻ ഹൈക്കോടതിയിൽ നിന്നൊരു വിധി സമ്പാദിച്ചിട്ടുണ്ട് ഈ വിഷയത്തിന്. കാര്യം
ഈ കൊച്ചി തുറമുഖത്തിൻ്റെ വരവോടുകൂടിയാണ് 100 കിലോമീറ്ററിൽ 5 കിലോമീറ്റർ വീതിയിലും 100 കിലോമീറ്റർ നീളത്തിലും കേരളത്തിന് ഈ കൊച്ചി ആലപ്പുഴ മേഖലയിൽ തീരം നഷ്ടപ്പെട്ടത്. ആ സർക്കാർ വികസനത്തിൻ്റെ പേരിൽ ഇരകളായി പോയതാണ്. ഒരു വീടിന് മനോരമയിൽ കഴിഞ്ഞ ദിവസങ്ങൾ എഴുതിയിട്ടുണ്ട്. എന്താണ് ഈ 1922 100 കൊല്ലം മുമ്പ് ഒറ്റ കടൽക്ഷോഭത്തിൽ ഒരു വീടിന് 2000 തെങ്ങ് നഷ്ടപ്പെട്ടെന്ന്. ഇപ്പോൾ സാമ്പത്തികമായ തകർച്ച അങ്ങനെ എത്രയോ വീടുകൾക്ക് പോയി, കരകൾ പോയി, തെങ്ങുകൾ പോയി, വീടുകൾ പോയി, എല്ലാം കടലൊഴിച്ചു പോയത് ഒരു തുറമുഖം ഉണ്ടാക്കിയാണ്. വിഴിഞ്ഞം പോലെ ഒരു തുറമുഖം എന്ന് പറയുമ്പോൾ രാജ്യത്തിൻ്റെ വികസനത്തിന് വി ആർ നോട്ട് അഗൻസ്റ്റ്. മേരി മാഗ്ഡലിൻ പള്ളിയും ഒരു ഇടവക അങ്ങനെ തന്നെ തുമ്പ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രത്തിന് കൊടുത്തൊരു സഭയാണിത്. നിരുപാധികം ഒഴിഞ്ഞു കൊടുത്തതാണ്. അപ്പം വി ആർ നോട്ട് അഗൻസ്റ്റ് ഡെവലപ്മെൻറ്റ് ഓഫ് ദി കൺട്രി. ഞങ്ങളുടെ രാജ്യത്തിൻ്റെ രക്ഷയ്ക്ക് വികസനത്തിനെതിരല്ല. പക്ഷേ എന്താ വേണ്ടത്? ജീവിക്കാനുള്ള അവകാശമാണ്. പിറന്ന മണ്ണിൽ നമുക്ക് ജീവിക്കാനുള്ള അവകാശമില്ലേ? അതിനുവേണ്ടിയുള്ള പോരാട്ടമാണ് വിഴിഞ്ഞത്ത് നടക്കുന്നത്. ആ പോരാട്ടം ഇനി നേരെ കടലോരം മുഴുവൻ നടക്കും. ഇപ്പം തന്നെ എന്തുകൊണ്ടാണ് കുടിയേറ്റ അവിടെയുള്ളവരെല്ലാവരും ഇന്നലെ വന്ന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചത്? ഈ സമരം നിസ്സാരമല്ലെന്നാണ്. എവിടെയെല്ലാം ഇങ്ങനെ വികസന കോർപ്പറേറ്റുകളും അതുപോലെ തന്നെ ലാഭം മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് മനുഷ്യൻ്റെ ജീവിതം വഴിയാധാരമാകുന്നുവോ അവിടെയെല്ലാം അവകാശങ്ങൾ കൊണ്ട് പോരാടാനുള്ള ബാധ്യത ബേസിക്കായിട്ടൊരു ക്രിസ്ത്യാനിക്കുണ്ട്. ശരിക്കും അത് സുവിശേഷ പ്രവർത്തനത്തിൻ്റെ ഭാഗമാണ്. സുവിശേഷ പ്രവർത്തനത്തിൻ്റെ ഭാഗമാണ് അത്. നീതിക്ക് വേണ്ടിയുള്ള നിലവിളി, നീതിക്ക് വേണ്ടിയുള്ള വിശപ്പ്, ഇതെല്ലാം സുവിശേഷ പുണ്യമാണ്. ഈശോ എത്രയോ പ്രാവശ്യം നേരത്തെ പറഞ്ഞു, നീതിക്ക് വേണ്ടി വിശക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് സംതൃപ്തരാക്കപ്പെടും. അപ്പോഴപ്പോഴായാലും അത് കർത്താവിൻ്റെ വചനമാണ്. അപ്പോൾ നീതിക്ക് വേണ്ടി വിശക്കേണ്ട ഒരു സമയം വരുമ്പോൾ, നീതിക്ക് വേണ്ടി കരയേണ്ട ഒരു സമയം വരുമ്പോൾ വിശക്കും കരകയും അത് നമ്മുടെ പ്രതിഷേധവും പ്രതിരോധവുമായിട്ട് അധികാരസ്ഥാനങ്ങളിൽ അറിയിക്കുകയും ചെയ്യാം. അപ്പം അങ്ങനെയുള്ള ചില സമയത്തൊക്കെ വരുമ്പോൾ ചില ദിവസങ്ങളിൽ കച്ചവടം ഉണ്ടാകത്തില്ല. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വിഷയത്തിൽ 30 കൊല്ലമായിട്ട് കൃപാസന ഇൻവെസ്റ്റാണ്. 87 മുതൽ ഞാൻ ഈ വിഷയത്തിന് ഫോളോ അപ്പ് ചെയ്യുന്ന ആളാണ്. അതുകൊണ്ടാണ് ഹൈക്കോടതി പോകാൻ കാരണം. 1.25 ലക്ഷം രൂപ മറ്റേ ഹൈക്കോടതി പോയിരിക്കണം. എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ അത്രയും വിഷയം സീരിയസ് ആയത്. നമുക്ക് അതായത് 100 കൊല്ലത്തെ കോമ്പൻസേഷനാണ് വേണ്ടത്. ഇപ്പം ഗർഭിണികൾക്ക് കടലോരത്തെ ഗർഭിണികൾക്കൊന്ന് പ്രസവിച്ച് കിടക്കാൻ മാന്യമായ ആശുപത്രി ഉണ്ടോ? ഇവിടെ ആരും കൈ നീട്ടേണ്ട ഒരു കാര്യം തീരത്തിന് ഇല്ലായിരുന്നോ? കല്യാണം വരെ കടലിൽ കൂടി കൊണ്ടുപോയൊരു കാലം ഉണ്ടായിരുന്നു. അത്രയ്ക്ക് സമർത്ഥമായിരുന്നു. ഒരു കുടുംബത്തിന് വയനാട് മേടിച്ചിരിക്കണം, ഒരു കുടുംബത്തിന് 2000 തെങ്ങേ ഒറ്റ കൊച്ചി തുറമുഖം തുടങ്ങിയപ്പോൾ അതിൻ്റെ ബ്രിസ്റ്റോ സായിപ്പ് അതിൻ്റെ ഡ്രഡ്ജിങ് തുടങ്ങിയപ്പോൾ അന്നുണ്ടായ ആക്രമണമാണ്. അതിനെതിരെയാണ് ഞാൻ ഹൈക്കോടതി പോയത്. കോടതി അനുകൂലമായ വിധി തന്നു. ഓൾ ഗ്രീവൻസ് മസ്റ്റ് ബി സെറ്റിൽഡ് പെർമനൻ്റലി. 100 കൊല്ലമായിട്ട് ഈ മേഖലയിൽ ഉണ്ടായിരിക്കുന്ന മുഴുവൻ വേദനകൾക്ക് പരിഹാരം ഉണ്ടാകണമെന്ന് കോടതി പറഞ്ഞിട്ടുണ്ട്. ഈ ദിവസം അതുകൊണ്ടാണ് ഇന്നലെ ജയശങ്കരൊക്കെ ഈ കോടതി വിധി ഡിസ്കസ് ചെയ്തത് വീഡിയോയിൽ. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് ഈ ആത്മീയ ബോധവും ഭക്തിബോധമൊക്കെ നല്ലതാണ്, പക്ഷേ അതേസമയം തന്നെ സാമൂഹ്യ പ്രതിബദ്ധത സുവിശേഷ പരതയുടെ ഭാഗമാണ്, സുവിശേഷ സാക്ഷ്യത്തിൻ്റെ ഭാഗമാണ്, യേശുവിൻ്റെ പ്രഘോഷണത്തിൻ്റെ ഭാഗമാണ്, യേശുവിൻ്റെ സ്വത്വത്തിൻ്റെ ഭാഗമാണ്. ശ്രുതികടെ ങ്ങളിലൂടെ നമ്മളെന്താ ചെയ്യണത്? നമ്മുടെ പ്രത്യാശ ഏറ്റുപറയുകയാണ്. അത് ഓർക്കണം. അല്ല ഞങ്ങൾ പറഞ്ഞ് നിങ്ങളോട് പ്രേക്ഷിത പ്രവർത്തനം ചെയ്യാൻ പറഞ്ഞു, ഇനിയിപ്പോൾ ഉടമ്പടിയുടെ ഭാഗമായിട്ട് അതും ചെയ്യണമല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് മോന്തം കയറ്റി അളിഞ്ഞ മോന്തമായിട്ട് ഇങ്ങനെ ഒപ്പിച്ചെടുക്കരുത്. അത് പ്രേക്ഷിത പ്രവർത്തനം അല്ല. അത് ശരിക്കും പിന്നെ എന്താ, അത് നമ്മുടെ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ നമ്മുടെ പ്രത്യാശയുടെ ഭാഗമാണ്. ആരുടെ പ്രത്യാശ? ദൈവത്തിൻ്റെ വിശ്വസ്തതയിലുള്ള പ്രത്യാശ. ദൈവം എന്നോട് വിശ്വസ്തത കാണിക്കും. എൻ്റെ ജോലി, വീട്, വിവാഹം, ഞാൻ ഇന്ന് അനുഭവിക്കുന്ന എല്ലാവിധ അസമാധാനങ്ങളും, കോടതിയിലെ കേസ്, വിവാഹമോചനത്തിൻ്റെ കേസ്, വീട്ടിലുണ്ടാകുന്ന അലോക്യങ്ങളും, കുട്ടികളില്ലാത്ത അവസ്ഥകളും, കുട്ടികൾ ഉള്ളതിൻ്റെ അവസ്ഥകളും, ഇങ്ങനെ എൻ്റെ കണ്ണീരിൻ്റെ ഓരോ കാരണങ്ങൾക്കും ദൈവം ഇടപെടും. അതിന് അവൻ എന്നോട് വിശ്വസ്തത കാണിക്കും എന്നുള്ള എൻ്റെ പ്രത്യാശ. ആ പ്രത്യാശയാണ് ഹെബ്രായർ 10:23 പറയണത്. നമ്മുടെ വാഗ്ദാനം
നമ്മോട് വാഗ്ദാനം ചെയ്തിരിക്കുന്ന വിശ്വസ്തനാകിയാൽ നമ്മുടെ പ്രത്യാശ ഏറ്റു പറയുന്നതിൽ നാം സ്ഥിരതയുള്ളവരായിരിക്കണം. അവൻ പറയണ പോലെ ചെയ്യുന്നതിൽ നമ്മൾ സ്ഥിരതയുള്ളവനായിരിക്കണം. അപ്പോൾ സ്വാഭാവികമായിട്ട് എന്താണ്, ദൈവമായിട്ടാണ് നമ്മളൊരു കക്ഷി. ഉടമ്പടിയിൽ എന്താ സംഭവിക്കണത്? നമ്മളൊരു കക്ഷി, ദൈവം ഒരു കക്ഷി, അല്ലേ? ദൈവത്തോട് ഉടമ്പടി ചെയ്യാൻ നമുക്ക് വല്ല യോഗ്യത ഉണ്ടോ? അതാണ് ഈ അച്ഛന്മാരൊക്കെ ആദ്യകാലങ്ങളിൽ, ചില അച്ഛന്മാരെ, എല്ലാ അച്ഛന്മാരും അല്ലേ, ഇപ്പോൾ സഭയ്ക്ക് മുഴുവൻ മനസ്സിലായി നല്ല പ്രാർത്ഥനയാണ്, ജനങ്ങളെ വിശുദ്ധീകരിക്കുന്നുണ്ട്, സുവിശേഷം സാക്ഷീകരിക്കുന്നുണ്ടെന്ന് മനസ്സിലായി. ഇപ്പം എനിക്ക് ആദ്യകാലം പോലുള്ള വിമർശനങ്ങളില്ല. പണ്ടെനിക്ക് എപ്പോഴും അച്ഛന്മാർ ഓരോരുത്തരൊക്കെ വാട്സപ്പിലൊക്കെ ഓരോ മെസ്സേജൊക്കെ വിടുമായിരുന്നു. ചില സമയത്തൊക്കെ എന്നെ പിതാവ് വിളിക്കുമായിരുന്നു, അതെന്താണ് ഇതെന്താണെന്നൊക്കെ ചോദിച്ചുകൊണ്ട്. പിതാവ് എന്നോട് പക്ഷേ എപ്പോഴും എന്നോട് വളരെ വാത്സല്യത്തോടെയും കാര്യങ്ങൾ മനസ്സിലാക്കിയും ഉപദേശം നിർദ്ദേശം നൽകി ചേർത്ത് നിർത്തുകയുള്ളൂ. എന്നെ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ഈ എപ്പോഴും വരുന്നൊരു വിഷയം, ഇപ്പോൾ നമ്മൾക്ക് ഒരു വിഷയമുണ്ടായി, ഈ വിഷയം ചില സമയത്ത് നമ്മുടെ മെരിറ്റിൽ ഒതുങ്ങണമായിരിക്കുന്നത്. എന്തുകൊണ്ടാണ് നമ്മൾ ഉടമ്പടി ചെയ്യണത്? നമ്മൾക്കുണ്ടായിരുന്ന വിഷയം നമ്മുടെ മെരിറ്റിൽ ഒതുങ്ങാത്തപ്പോഴാണ് ഉടമ്പടി ചെയ്യണത്. നിങ്ങൾക്കറിയാമല്ലോ, മെരിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? യോഗ്യത. ഗതികേട് കൊണ്ട് ഞാൻ ചില സമയത്ത് ഈ സാധനമൊക്കെ ഇംഗ്ലീഷ് ബൈബിൾ പഠിച്ചു വെച്ചിരിക്കുന്നത്, കാരണം ഇംഗ്ലീഷ് വാക്കാണ് പറയണത്. പക്ഷേ ചേച്ചിമാർക്ക് ചിലർക്ക് മെരിറ്റ് എന്താണെന്നൊക്കെ ഒന്നും അറിയാൻ പറ്റും. അച്ഛൻ ഇതിനെക്കുറിച്ചാണ് പറയണത് പോലെ അറിയാം. അത് യോഗ്യത. ഒരു വിഷയം നടക്കണമെങ്കിൽ നിങ്ങളുടെ വീട് വെക്കുക, നിങ്ങൾക്ക് വിവാഹം കഴിക്കുക, നിങ്ങൾക്ക് കുഞ്ഞുങ്ങളുണ്ടാവുക, നിങ്ങൾക്ക് ജോലി കിട്ടുക, നിങ്ങൾക്ക് പ്രൊമോഷൻ കിട്ടുക, നിങ്ങൾ വിശ്വത്തേക്ക് പോവുക, നിങ്ങളുടെ വിസ അടിച്ചു വരിക, ഇങ്ങനെ ഓരോ ഈവൻസിന് 2 കാര്യങ്ങൾ വേണം. എന്ത് വേണം? മെറിറ്റ് ആൻഡ് ഗ്രേസ് വേണം, അല്ലേ? ഒന്ന് നമുക്ക് യോഗ്യത ഉണ്ടാകണം, പിന്നെ എന്താണ്? വരപ്രസാദം ഉണ്ടാകണം. പക്ഷെ ഒരു കുഴപ്പമുണ്ട്. എന്താ കുഴപ്പം? വൈ കവനൻ്റ്? എന്തുകൊണ്ടാണ് കവനൻ്റ്? നമ്മൾക്ക് ചില സമയത്ത് മെറിറ്റിൽ ചില സമയത്ത് നമ്മൾക്ക് കുറവായിരിക്കും മെറിറ്റ്. മനസ്സിലായില്ലേ? അതാ പ്രശ്നം. ബിബിൻ്റെ പ്രശ്നം കണ്ടു. ബിബിൻ എന്താ പറയണത്? ബിബിൻ പറയണത് എനിക്ക് കുറേ ഇൻറ്റേർണൽ മാർക്ക് കുറവായിരുന്നു എന്നാണ് പറഞ്ഞത്. 20 പേപ്പർ എഴുതിയെടുക്കാനുണ്ട്. ബിടെക്കാർക്ക് മറ്റൊരു അക്കാഡമിഷ്യൻസൊക്കെ അറിയാൻ പറ്റിയത് എന്താ പറയണതെന്ന്. അതായത് ഇൻറ്റേർണൽ അസസ്മെൻ്റ് മാർക്കുണ്ടല്ലോ, അത് റെക്കോർഡിലൂടെ അല്ലെങ്കിൽ ഹോംവർക്കിലൂടെയൊക്കെ വരണ മാർക്കുകളാണ്. അതിവനില്ല, മെറിറ്റില്ലെന്ന് എൻ്റെ അർത്ഥം. മനസ്സിലായില്ലേ? ഇൻറ്റേർണൽ മാർക്കില്ലെന്ന് അവൻ പറയണത് പല വിഷയങ്ങൾക്കും. പിന്നെ അതുകൊണ്ടാണ് അവന് ഹോപ്പില്ലാത്തത്. ഞാൻ എങ്ങനെ എന്ത് എഴുതാനാണ്? എനിക്ക് ഇൻറ്റേർണൽ അസസ്മെൻറ്റ് മാർക്കില്ലല്ലോ, ഇൻറ്റേർണൽ മാർക്കില്ലല്ലോ. പിന്നെ ഞാൻ എങ്ങനെയാണ് 20 പേപ്പർ എഴുതണത്? അമ്മയോട് പറഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു നീ എഴുതാൻ പറഞ്ഞെന്ന്. അതിലും രസമാണ് അതൊരു സാക്ഷ്യം കേൾക്കാൻ. അവസാനം ഞാൻ എഴുതാൻ പോകാൻ ഞാനൊരു പണി ചെയ്ത് കുറേ പത്രം വാങ്ങിച്ചു ഓട്ടോറിക്ഷക്കാർക്ക് കൊടുത്തത്. അപ്പം ഞങ്ങൾ ചോദിച്ചു എന്തിനാണ് നീ ഓട്ടോറിക്ഷ കൊടുത്തത്? അതിൽ ഓട്ടോറിക്ഷക്കാരാകുമ്പോൾ ഒരു ഗുണമെന്ന് വെച്ചാൽ ഒന്നെങ്കിൽ കുറച്ച് പത്രം അവിടെ വെച്ചേക്കും, വന്നവർക്ക് അവർ തന്നെ കൊടുത്തോളും. അപ്പോഴങ്ങനെയെങ്കിലും കർത്താവിനെ മറ്റ് ജനങ്ങളിലേക്ക് എത്തിക്കില്ല എന്നാണ് ഇവൻ പറയണത്. പിന്നെ ഞാൻ എന്ത് ചെയ്ത്, കോവിഡായപ്പോൾ ലോക്ക്ഡൗൺ ആയില്ലേ, അപ്പോൾ ഞാൻ പോസ്റ്റ് ഓഫീസ് വഴി ഓരോരുത്തർക്ക് അഡ്രസ്സ് നോക്കി സെൻഡ് ചെയ്തെന്ന്. ഓരോ മനുഷ്യന്മാർ ചെയ്യണ പരിപാടി കണ്ടില്ലേ? അവർ നമ്മൾ പറയണതല്ല ചെയ്യണത്, അതിൻ്റെ ഇരട്ടി കാര്യങ്ങളാണ് ചെയ്യണത്. ഇതെന്താ ഈശോ പണ്ട് പറഞ്ഞതാണ്, നിന്നോട് 1 മൈൽ ദൂരെ പോകാൻ പറഞ്ഞാൽ നീ 2 മൈൽ പോകണം. അത് വായിച്ച മോളെ. 1 മൈൽ ദൂരം പോകാൻ നിന്നെ നിർബന്ധിക്കുന്നവനോട് കൂടെ, ഏറ്റു പറഞ്ഞ 1 മൈൽ ദൂരെ പോകാൻ, 1 മൈൽ ദൂരം പോകാൻ നിന്നെ നിർബന്ധിക്കുന്നവനോട് കൂടെ 2 മൈൽ ദൂരം പോവുക. 2 മൈൽ ദൂരം. പ്രേക്ഷിത പ്രവർത്തനത്തിൻ്റെ മോഡ് ഓഫ് ആക്ഷൻ അങ്ങനെയാണ്. അല്ല 1 മൈൽ ദൂരം പോകാൻ പറയുമ്പോൾ എങ്ങനെ 1/2 മൈൽ പോകാം? മലയാളിയല്ലേ, മലയാളിയുടെ പ്രശ്നം അതാണല്ല. 1 മൈൽ പോകാൻ പറയുമ്പോൾ നമ്മുടെ സുഹൃത്തത്തിൽ ഇതെങ്ങനെ 1/2 മൈലാക്കാമെന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കും, ഇല്ലേ? അങ്ങനെയല്ല. പ്രേക്ഷിത പ്രവർത്തനം, ദൈവത്തോട് ചെയ്യുന്ന പ്രവർത്തനങ്ങളെന്ന് പറയണത് 1 മൈൽ പോകാൻ നിന്നോട് ആവശ്യപ്പെട്ടാൽ എന്ത് ചെയ്യണം? നിങ്ങൾ 2 മൈൽ പോകണം. അതാണ് 5 കാശ് വാങ്ങിക്കാവുന്ന ചിഞ്ചു പറഞ്ഞത്. അപ്പോൾ അമ്മ പറഞ്ഞ് 10 മേടിക്കുന്നത് പറഞ്ഞു. അത് ലോഡ് കൂട്ടിക്കൊടുക്കരുത്. ഇവരെന്താ ചെയ്തിരിക്കണത്? വിപിനെന്താ ചെയ്തിരിക്കണത്? അവന് പോകാൻ കോവിഡായതുകൊണ്ട് ലോക്ക്ഡൗൺ ആയിപ്പോയി. പക്ഷേ എന്ത് ചെയ്യും? കോവിഡ് കഴിയട്ടെന്ന് പറഞ്ഞ് ഇരുന്നില്ല. അഡ്രസ്സ് നോക്കി എടുത്തിട്ട് അറിയാവുന്ന അഡ്രസ്സൊക്കെ എഴുതി എടുത്തിട്ട് പോസ്റ്റിൽ ഈ സാധനം വിട്ടു.
ഇത് എന്താ ഞാൻ മുമ്പ് പറഞ്ഞില്ലേ, അതായത് നമ്മൾ സത്യസന്ധരാണ്, നമ്മൾ വിഷയം ഓറിയൻറ്റഡ് അല്ല, നമ്മൾ ദൈവം ഓറിയൻറ്റഡ് ആണെന്നുണ്ടെങ്കിൽ പരിശുദ്ധാത്മ വർക്ക് ചെയ്യും. മനസ്സിലായില്ലേ? നമുക്ക് എപ്പോഴും സംഭവിക്കുന്നത് നമ്മൾ വിഷയം ഓറിയൻറ്റഡ് ആണ്, അതാണ് കുഴപ്പം. പരിശുദ്ധാത്മ വർക്ക് ചെയ്യാത്തതിൻ്റെ കാരണം ഇതാണ്. എപ്പോൾ കെട്ടാൻ പറ്റും, ഈ കല്യാണം ഒക്കുമായിരിക്കുമോ, ഇപ്പോൾ ഇതോടുകൂടി ഈ മാസം ഗർഭിണിയാകുമോ, പ്രൊമോഷൻ. അപ്പോൾ നമ്മൾ വിഷയം ഓറിയൻറ്റഡ് ആകും. അപ്പം നമ്മൾ മെറ്റീരിയൽ ജഡികരായി പോകും. ജഡികത്തല്ല കുഴപ്പം എന്താ? ജഡത്തിൽ നിന്ന് ജനിക്കുന്ന ജഡവും ആത്മാവിൽ നിന്ന് ജനിക്കുന്നത് ആത്മാവുമാണ്. നമ്മൾ ദൈവത്തെയാണ് ഓറിയൻറ്റഡ് ചെയ്യേണ്ടത്. പരിശുദ്ധാത്മ പ്രവർത്തിക്കണമെങ്കിലേ അത് വായിച്ചോളൂ. യോഹന്നാൻ്റെ സുവിശേഷം, ജഡത്തിൽ നിന്ന് ജനിക്കുന്ന ജഡവും എന്ന് പറഞ്ഞ് ശ്രദ്ധിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് വായിച്ചോളൂ. ഗലാത്യ 6:8. എന്തെന്നാൽ സ്വന്തം ജഡത്തിനായി വിതയ്ക്കുന്നവൻ ജഡത്തിൽ നിന്ന് നാശം കൊയ്തെടുക്കും, ആത്മാവിനായി വിതയ്ക്കുന്നവനാകട്ടെ ആത്മാവിൽ നിന്ന് നിത്യജീവൻ കൊയ്തെടുക്കും. ഇതാണ് ഗലാത്യ 4:8. എന്താ പ്രശ്നം? നമ്മൾ ജഡം വെച്ചാണ് ഈ വിഷയം കൈകാര്യം ചെയ്യണമെങ്കിൽ ആത്മാവ് പ്രവർത്തിക്കത്തില്ല. ജഡമെന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ജോലി, നമ്മളെന്താ ഉടമ്പടി വെച്ചിരിക്കുന്ന എല്ലാം ജഡമല്ലേ. ജോലി, വീട്, വിവാഹം, പ്രൊമോഷൻ, സാമ്പത്തികം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. അതെപ്പോൾ നടക്കും എന്ന് അത് നടക്കണില്ലല്ല, ഇത് നടക്കണില്ലല്ല, അവർ വന്നില്ലല്ല. അപ്പോൾ എന്ത് കൊടുത്താലും തൃപ്തിയാവത്തില്ല. മനസ്സിലായ? അങ്ങനെ അത് ഒന്നിനു വായിച്ച വചനം, സ്വന്തം ജഡത്തിനായി വിതയ്ക്കുന്നവൻ വിതയ്ക്കുന്നവൻ ജഡത്തിൽ നിന്ന് നാശം കൊയ്തെടുക്കും. നിങ്ങൾക്ക് ചില ആൾക്കാർക്ക് പറ്റണത് അതാണ്. നിങ്ങൾ വെക്കണ വിഷയത്തെ മാത്രമേ നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യത്തുള്ളൂ. അതെപ്പോൾ നടക്കും, അതെങ്ങനെ നടക്കും, അത് നടന്നാൽ പോലും നിങ്ങൾ വിചാരിക്കുന്ന പോലെ നടന്നില്ലെങ്കിൽ നിങ്ങൾ അളിഞ്ഞ മോന്തയായിട്ട് ദൈവത്തിന് മുമ്പിൽ നിൽക്കും. അതാണ് ജഡത്തിനായി വിതയ്ക്കുന്ന നാശം. പിന്നെ എന്താ അടുത്ത വായിച്ചേ? ആത്മാവിനായി വിതയ്ക്കുന്നവനാകട്ടെ എന്ന് പറഞ്ഞ ആത്മാവിനായി വിതയ്ക്കുന്നവനാവട്ടെ ആത്മാവിൽ നിന്ന് നിത്യജീവൻ കൊയ്തെടുക്കും. അതായത് നമ്മൾ ഉടമ്പടി ചെയ്യുമ്പോൾ നമ്മളൊരു കക്ഷി, ദൈവം ഒരു കക്ഷി അല്ലേ. നമ്മളെന്താ ചെയ്യേണ്ടത്? ദൈവത്തിന് എന്താണ് ഇതുകൊണ്ട് പ്രയോജനം? നമ്മുടെ പ്രയോജനം ആരാ നോക്കേണ്ടത്? ദൈവമല്ലേ നോക്കേണ്ടത്, നമ്മളല്ലല്ലോ അല്ലേ. ഉടമ്പടി എടുക്കുമ്പോൾ ആ ഉടമ്പടി കൊണ്ട് ദൈവത്തിന് എന്താ പ്രയോജനം? ബിബിൻ അതാണ് ചെയ്തത്. ബിബിൻ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ദൈവം ഒരു കക്ഷിയാണ് ഉടമ്പടിയിൽ. നമുക്ക് ദൈവത്തോട് കക്ഷിയാകാൻ പറ്റുമോ? ഒരിക്കലും പറ്റത്തില്ല, ടാലി ആകത്തില്ല. എന്താ? അതുകൊണ്ട് എബ്രാഹാവും ദൈവമായിട്ട് ഉടമ്പടി ചെയ്തപ്പോൾ എബ്രാഹത്തിനോട് ദൈവം പറഞ്ഞു, നീയുമായിട്ട് ഉടമ്പടി ചെയ്യേണ്ട കാര്യം എനിക്കില്ല. കാര്യം ദൈവം ആര്? ഒരു മനുഷ്യനാര്? പക്ഷേ നിന്നോട് ഉടമ്പടി ചെയ്യണത് മുഴുവനും എൻ്റെ സ്നേഹം കൊണ്ടാണ്. അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യണം, ഒരു കോംപ്രമൈസ് ചെയ്യണം. എന്താണ്? നീ എന്നോട് ഉടമ്പടി ചെയ്യാൻ പറ്റുന്ന ഒരാളാണെന്ന് തെളിയിക്കണം. മനസ്സിലായില്ലേ? എന്നോട് ഉടമ്പടി ചെയ്യാൻ പറ്റുന്ന ഒരാളാണ് നീ എന്ന് തെളിയിക്കണം. നീ ഒരു കക്ഷിയല്ലേ ഉടമ്പടിയില്ലേ, ബൈലാറ്ററൽ ഉടമ്പടിയല്ലേ, ഉഭയകക്ഷിയല്ലേ, തുല്യകക്ഷിയല്ലേ. അപ്പോൾ ഒരിക്കലും തുല്യകക്ഷി ആകത്തില്ല. എങ്കിലും ഞാൻ നിന്നെ ഉടമ്പടിക്ക് ക്ഷണിച്ചിരിക്കുന്നത്. അപ്പോൾ നീ ഒരു കാര്യം ചെയ്യണം. എന്താണ്? കുറഞ്ഞ പക്ഷം നീ എൻ്റെ മുമ്പാകെ നടന്ന് വിശുദ്ധിയുള്ളവനായിരിക്കണം. 17:1. ശ്രദ്ധിക്കട്ടെ. അബ്രാഹത്തിന് 99 വയസ്സായപ്പോൾ കർത്താവ് പ്രത്യക്ഷപ്പെട്ട് അവനോട് അരുളി ചെയ്തു, സർവശക്തനായ ദൈവമാണ് ഞാൻ, എൻ്റെ മുമ്പിൽ വ്യാപരിക്കുക, കുറ്റമറ്റവനായി വർത്തിക്കുക. പ്രൈസ് ദി ലോർഡ്. 17:1 അല്ലേ? ഉൽപ്പത്തി പുസ്തകം 17:1 എബ്രാഹത്തിനോട് പറഞ്ഞതാണ്, എൻ്റെ മുമ്പിൽ നീ ഏറ്റു പറഞ്ഞ്, എൻ്റെ മുമ്പിൽ വ്യാപരിക്കുക, കുറ്റമറ്റവനായി വർത്തിക്കുക. അപ്പോൾ ഉടമ്പടി നൽകുന്ന ഉത്തരവാദിത്തങ്ങളുണ്ട്. കാര്യം ദൈവവും നമ്മളും തമ്മിൽ ടാലിയല്ല. ഒരു കക്ഷി എന്ന നിലയിൽ ദൈവവും നമ്മൾ തമ്മിൽ ഒരു കക്ഷിയല്ല. എങ്കിലും ദൈവം ഒരു കക്ഷിയായിട്ട് നമ്മൾ അംഗീകരിച്ചുകൊണ്ട് ഉടമ്പടിയിലേക്ക് ബൈബിളിൽ നമ്മളെ ക്ഷണിക്കുമ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റണത് എന്താണ്? ബി പെർഫെക്റ്റ് as your heavenly Father is perfect. ഈശോ പറഞ്ഞതാണ്. ആ ദൈവത്തിൻ്റെ ഒരു മനസ്സാണ്. എന്താണ്? നിൻ്റെ സ്വർഗസ്ഥനായ പിതാവ്
5:48. നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ്, ഏറ്റു പറഞ്ഞോളൂ, നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് നിങ്ങളുടെ സ്വർഗ്ഗസ്ഥനായ പിതാവ് പരിപൂർണനായിരിക്കുന്നത് പോലെ പരിപൂർണനായിരിക്കുന്ന പോലെ നിങ്ങളും പരിപൂർണരായിരിക്കുവിൻ. നിങ്ങളും പരിപൂർണരായിരിക്കുവിൻ. അതായത് കർത്താവിൻ്റെ വചനത്തെ അന്വേഷണമായി അവൻ പറയുന്നത് പോലെ ചെയ്യുമ്പോൾ വി ആർ ആക്ച്വലി മൂവിങ് ടു ദി പെർഫെക്ഷൻ. നമ്മൾ പൂർണ്ണതയിലേക്ക് നീളുകയാണ്. ഇതാണ് എൻ്റെ മാത്തമാറ്റിക്സ്. ഇപ്പോൾ 5:48 എന്താണ്? പരിശുദ്ധാത്മ. ഇതൊന്നും പഠിച്ച വചനങ്ങളല്ല കേട്ടോ, ഇപ്പോൾ ഓൺലൈനിൽ ഈശോ നൽകിക്കൊണ്ടിരിക്കുന്ന വചനങ്ങളാണ്. അതായത് ഇതിനെ ലിങ്ക് ചെയ്ത് പരിശുദ്ധാത്മാവിനെ ലിങ്ക് ചെയ്യണത് 17:1 എൻ്റെ മുമ്പാകെ വ്യാപരിക്കുക, കുറ്റമനായിരിക്കുക എന്ന് പറഞ്ഞ അതേ വചനത്തിൻ്റെ തന്നെ പുതിയ നിയമ വേർഷനാണ്. എന്താ? ബി പെർഫെക്റ്റ് ആസ് യുവർ ഹെവൻലി ഫാദർ ഈസ് പെർഫെക്റ്റ്. അതായത് എന്നെപ്പോലെ നിങ്ങൾ പരിപൂർണരായിരിക്കുക എന്ന് വെച്ചാൽ അർത്ഥം എന്താണ്? അവൻ പറയണ പോലെ ചെയ്യുമ്പോൾ നമ്മൾ ദൈവത്തിൻ്റെ പൂർണ്ണതയിലേക്ക് പ്രവേശിക്കുകയാണ്. ഇത് നിസ്സാര കാര്യമല്ല. ഇതിനകത്ത് മുഴുവൻ ഉടമ്പടിയുടെ മുഴുവൻ ആത്മാവെന്ന് പറയണത് പ്രേക്ഷിത പ്രവർത്തനമാണ്. അവൻ പറയണ പോലെ ചെയ്യുന്നതാണ്. സകല വാഗ്ദാനങ്ങളും യേശുവിൽ അതേ എന്നായതുകൊണ്ട് നമ്മൾ അവൻ്റെ ദൈവമഹത്വത്തിനായി ആമീൻ പറയുന്നു. അതുകൊണ്ട് തന്നെയാണ് പറയുന്നത്, ഇത് ചെല്ലണ പ്രാർത്ഥനയല്ല. നിർഭാഗ്യവശാൽ 2000 കൊല്ലങ്ങളായിട്ട് നമുക്ക് ചെല്ലണ പ്രാർത്ഥനയെ പരിചയമുള്ളൂ. ഇത് ചെയ്യുന്ന പ്രാർത്ഥനയാണ്. എന്തിനു വേണ്ടിയാണ് ചെയ്യണത്? ചെയ്യണത് എന്തിനാണ്? ദൈവത്തിൻ്റെ തുല്യ കക്ഷിയായിട്ട് മാറാൻ, ദൈവിക വാഗ്ദാന പ്രകാരം അവൻ പറഞ്ഞ പൂർണ്ണതയിലേക്ക് നീങ്ങാൻ അവൻ പറയണ പോലെ ചെയ്തുകൊണ്ട് നമ്മൾ ദൈവത്തെ മഹത്വപ്പെടുത്തി മുന്നേറുകയാണ്. അപ്പോൾ ഇതൊരു മുന്നേറ്റമാണ്. നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ആധ്യാത്മിക മുന്നേറ്റത്തിലാണ് നമ്മൾ. അപ്പോൾ അവൻ്റെ ദൈവത്തിൻ്റെ മുമ്പാകെ വ്യാപരിക്കണം. എന്താണ്? നമ്മുടെ കക്ഷി, ദൈവം ഒരു കക്ഷി. കുറഞ്ഞ പക്ഷം ദൈവത്തിൻ്റെ സന്നിധി നമ്മൾ വ്യാപരിക്കണം. ദൈവത്തിൻ്റെ സന്നിധി വിട്ട് പോകരുതെന്നർത്ഥം. ദൈവത്തിൻ്റെ സന്നിധി വിട്ട് പോയത് കായൻ പോയായിരുന്നു, ജൂദാസ് പോയായിരുന്നു, അങ്ങനെ കുറേ ആൾക്കാർ സന്നിധി വിട്ട് പോയായിരുന്നു, ഇല്ലേ? ദൈവത്തിൻ്റെ സന്നിധിയിൽ ഉണ്ടാകുക എന്നുള്ളത് ഒരു കൃപയും ഒരു വിളിയുമാണ്. ദാവീദ് എല്ലാ പാപങ്ങളും ചെയ്യുമ്പോൾ അനുതാപം കൊണ്ട് അവൻ പറയും, അങ്ങനെ തിരുസന്നിധിയിൽ നിന്ന് എന്നെ തള്ളിക്കളയരുത് എന്നല്ലേ? ഉടമ്പടി പാലിച്ചുകൊണ്ട് ദൈവം വിഭാവന ചെയ്യുന്ന പൂർണ്ണതയിലേക്ക് സഞ്ചരിക്കുന്നത് എന്തുകൊണ്ടാണ്? നമ്മളൊരു കോമ്പറ്റൻ്റ് ആയിട്ടുള്ള കക്ഷിയായിട്ട് മാറാൻ വേണ്ടിയാണ്. അതുകൊണ്ട് തന്നെയാണ് ദൈവം എബ്രാഹത്തിനോട് പറഞ്ഞത്, നിന്നോട് ഞാൻ ഉടമ്പടി ചെയ്തിരിക്കുന്നു, അതുകൊണ്ട് നീ അപ്ഡേറ്റ് ചെയ്യണം. നീ ഇങ്ങനെ എൻ്റെ മുമ്പാകെ തന്നെ ഉണ്ടാവണം. മനസ്സിലായില്ലേ? സന്നിധി വിട്ട് പോകരുത്. ഉടമ്പടിക്ക് നമ്മൾ ഉപവസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു, 1 മണിക്കൂർ വചനം വായിക്കുന്നു, സൽപ്രവൃത്തികൾ ചെയ്യുന്നു, പ്രേക്ഷിത പ്രവർത്തനം ചെയ്യുന്നു. ഇതിൻ്റെ എല്ലാ ഉദ്ദേശം എന്താണ്? 17:1 ഉൽപ്പത്തി പുസ്തകം എന്താണ്? ദൈവത്തിൻ്റെ മുമ്പാകെ സൽപ്രവൃത്തികൾ ചെയ്തുകൊണ്ട് നമുക്ക് എബ്രായർ 10:24 വരാം. വായിച്ചോളൂ. എബ്രായർ 10:24. ശ്രുതികട്ടെ. എബ്രായർ 10:24. സ്നേഹത്തോടെ ജീവിക്കുന്നതിനും, ഏറ്റു പറഞ്ഞ സ്നേഹത്തോടെ ജീവിക്കുന്നതിനും നല്ല കാര്യങ്ങൾ ചെയ്യുന്നതിനും പരസ്പരം പ്രോത്സാഹിപ്പിക്കുന്നതിനും എങ്ങനെ കഴിയുമെന്ന് നമുക്ക് പര്യാലോചിക്കാം. ഇതാണ് നമ്മൾ ആലോചിക്കേണ്ടത്. എന്താണ് നമ്മൾ ആലോചിക്കേണ്ടത്? പരസ്പരം പ്രോത്സാഹിപ്പിക്കണം, സ്നേഹത്തെ കഴിയണം, എങ്ങനെ കർത്താവിന് വേണ്ടി പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ചെയ്യണം. ഇതിനെക്കുറിച്ചാണ് ആലോചിക്കേണ്ടത്. മനസ്സിലായ? നമ്മൾ എന്താണ് ആലോചിക്കേണ്ടത് ദൈവം പറയുന്നുണ്ടാവും. പക്ഷേ നിങ്ങൾ ആലോചിക്കേണ്ടത്, അയ്യോ അടുത്ത പ്രാവശ്യം മൊഡ്യൂൾസ് എല്ലാം കവർ ചെയ്യാൻ പറ്റുമോ, 4 മൊഡ്യൂൾസും കിട്ടുമോ, ഇനിയും വല്ല റീഡിങ് പോകുമോ? അപ്പോൾ നിങ്ങൾ ആലോചിക്കുക എന്തിനെക്കുറിച്ചാണ് നിങ്ങൾ ആലോചിക്കേണ്ടത്? നിങ്ങളുടെ മൊഡ്യൂൾസിനെ കുറിച്ചാണ്. പക്ഷേ ഇതെല്ലാം ആലോചിക്കേണ്ടത് ഉടമ്പടിക്ക് ആലോചിക്കേണ്ടത് എന്താണ്? എങ്ങനെയാണ് പരസ്പരം പ്രോത്സാഹിപ്പിക്കണം വചനത്തിൽ. ഇങ്ങനെ സൽപ്രവർത്തികൾ ചെയ്യുന്നതും സൽപ്രവർത്തികളെക്കുറിച്ച് ആലോചിക്കുന്നതും എല്ലാം എന്തിനു വേണ്ടിയാണ്? അവൻ്റെ സന്നിധിയിൽ നിൽക്കുന്നതിന് വേണ്ടിയുള്ള ഒരു കപ്പാസിറ്റി നമ്മൾ ആർജിക്കാൻ വേണ്ടിയാണ്. അത് ഉടമ്പടിയുടെ ഭാഗമാണ്. എന്താണ്? നമ്മൾ ദൈവത്തോട് അനുയോജ്യമായൊരു പങ്കാളിയായിട്ട് മാറുകയാണ്. ഉടമ്പടി ഒരു പങ്കാളിത്തമാണല്ലോ നമുക്ക് വരണത്. അത് കുറ്റമറ്റവനായിരിക്കും. വിപിൻ എന്താ ചെയ്തിരിക്കുന്നത്? വിപിൻ പറയണത് കേട്ടാൽ നമ്മൾ ഞെട്ടിപ്പോവും. അതായത്
അവനോട് അവന് ദൈവത്തിൻ്റെ ഉടമ്പടി പാലിക്കുന്നതിന് ഒരു തന്നെ യോഗ്യമാക്കാൻ പറ്റാത്ത ചില അയോഗ്യ വശങ്ങൾ അവൻ്റെ ജീവിതത്തിലുണ്ട്. അവൻ 9ാം ക്ലാസ് മുതൽ ബിടെക് വരെ സിഗരറ്റ് വലിക്കുന്ന ആളാണ്. 9ാം ക്ലാസ് മുതൽ ബിടെക് വരെ സിഗരറ്റ് വലിക്കുന്ന ആളാണ്. ഉടമ്പടി എടുത്ത് ഓൺലൈൻ ഉടമ്പടി എടുത്തതേ ഉള്ളൂ. അപ്പം തന്നെ അവന് മനസ്സിലായി സംഗതി പിശകാണ്, ഇത് രണ്ടും കൂടി ഒരുമിച്ച് പോകത്തില്ലെന്ന് മനസ്സിലായി. അതാണ് സംഭവം. എൻ്റെ മുമ്പാകെ നിൽക്കണം, കുറ്റമറ്റവനായിരിക്കണം, അല്ലേ? അതുപോലെ തന്നെ അവൻ്റെ പരിപൂർണതയിലേക്ക് നമ്മൾ തുല്യ പങ്കാളിയെപ്പോലെ യോഗ്യത പ്രാപിച്ചുകൊണ്ടിരിക്കണം. അപ്പോൾ അവനെന്ത് ചെയ്ത് ഏകപക്ഷീയമായിട്ടൊരു തീരുമാനമെടുത്തു, ഞാൻ എൻ്റെ സിഗരറ്റ് ഉപേക്ഷിക്കണമെന്ന്. അത് കൃപ നിറയാൻ പറ്റ വഴികളാണ് ഈ സംഭവം. പക്ഷേ എന്നാലും പഠിക്കാൻ പറ്റണില്ല പാവത്തിന്. കാര്യം അവൻ്റെ കോൺഫിഡൻസ് മുഴുവൻ കളയണത് ഈ അരിയറല്ല, ഈ ഇൻറ്റേർണലാണ്. എങ്ങനെ പഠിച്ച് ജയിച്ചാൽ ഇൻറ്റേർണൽ പോയത് കഴിഞ്ഞ് അസസ്മെൻറ്റ് വരുമ്പോൾ കുളമായി പോകത്തില്ല. എങ്കിലും എന്നിട്ട് ഇവൻ 20 പരീക്ഷകൾ എഴുതാൻ തുടങ്ങി. പരീക്ഷ ഹോളിൽ കയറിയപ്പോൾ ഒന്നും മനസ്സിലാകണില്ല, ഒന്നും ഓർക്കണമില്ല. അപ്പം മാതാവിനോട് പറഞ്ഞു, മാതാവേ ഞാൻ പഠിച്ചിട്ട് വരാം, അടുത്ത പ്രാവശ്യം ഞാൻ എഴുതാമെന്ന് പറയും. പരീക്ഷ ഹോളിൽ കയറുന്നത് പറയും. അപ്പോൾ അവർ തമ്മിൽ അതിനുള്ളിൽ ഭയങ്കര ഇൻറ്റിമസി ആയിപ്പോയി. കാര്യം ഇവനെല്ലാം ഇങ്ങനെ ഉപേക്ഷിക്കുന്നുണ്ടല്ലോ. ഇവനിങ്ങനെ കർത്താവിൻ്റെ അവൻ പറയണ പോലെ എല്ലാം കൃത്യം ഓരോ ചെറുപ്പക്കാരാണ്, മിടുക്കനാണ്. അതായത് ഇതെല്ലാം ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ അമ്മ അവന് സിൻസിയറായിട്ട് മനസ്സിലാക്കിയിട്ട് അമ്മ അവനോട് പറയും, നീ എഴുതാതെ പോകരുതെന്ന് പറയും. അപ്പോൾ ഇവൻ പറയും, ഇവൻ എഴുതാൻ തുടങ്ങിയിട്ട് കക്ഷിക്ക് അധികം ശരിക്കൊന്ന് ഹോംവർക്ക് ചെയ്യാതെ എഴുതുകയാണ്. അതുകൊണ്ട് അവൻ പച്ചക്ക് അമ്മയോട് പറയും, അമ്മേ ഞാൻ നിർത്തുകയാണ്, ഞാൻ അടുത്ത പ്രാവശ്യം വന്ന് മര്യാദക്ക് പഠിച്ചിട്ട് വന്ന് എഴുതുക, ഇപ്പം എൻ്റെ തലയിൽ ഒന്നുമില്ല, ഇങ്ങനെ എഴുതിയിട്ട് കാര്യമില്ല, ദൈവത്തെ എന്തിനാ പരീക്ഷിക്കണമെന്ന് പറയുമ്പോൾ അമ്മ അവനോട് പറയും, നീ എഴുതാൻ പറയും. ഇതാണ് കൃപയുടെ ഹൃദയസ്പന്ദനം എന്ന് പറയണത്. ആ പരീക്ഷ കൊണ്ട് എൻ്റെ ഉള്ളിൽ നിന്ന് അവൻ പറഞ്ഞു കൊടുക്കും, നീ എഴുതാതെ പോകരുതെന്ന് പറയും. അമ്മ അവനെ ഇരുത്തിക്കൊണ്ട് ആ ദിവസങ്ങളിലെല്ലാം 20 പരീക്ഷ എഴുതിക്കും. 20 പരീക്ഷ എഴുതിക്കുമ്പോൾ ഇതിനെക്കുറിച്ച് പറയുന്ന ഒരു കമൻ്റുണ്ട്. ഞാൻ എഴുതി അവസാനം ഞാൻ പറഞ്ഞു, അതായത് ഞാനിങ്ങനെ എഴുതുമ്പോൾ ഇത് എവിടെ നിന്നാണ് ആരാണ് പറഞ്ഞു തരണമെന്ന് എനിക്കൊരു ഓർമ്മയില്ല. എനിക്കിങ്ങനെ ഉത്തരം ഡിക്റ്റേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എൻ്റെ ഉള്ളിൽ നിന്ന്. മനസ്സിലായോ? കൃപ വന്ന് നിറയുകയും എൻ്റെ ഉള്ളിൽ നിന്ന് എനിക്ക് അമ്മയെല്ലാം പറഞ്ഞു തരികയും ചെയ്യുകയാണ്. എന്നിട്ട് ഇതെല്ലാം എഴുതി കഴിയുമ്പോൾ, ഈ 20 പരീക്ഷ എഴുതി കഴിയുമ്പോൾ, അരിയറെല്ലാം എഴുതി കഴിയുമ്പോൾ ഇവൻ കോൺഫിഡൻ്റ് ആവും. അവൻ ജയിച്ച പോലെയാവും. പക്ഷേ റിസൾട്ട് വരുമ്പോൾ അതുപോലെ തന്നെ ഇടിപെട്ട് റിസൾട്ട്, എല്ലാ പേപ്പർ ക്ലിയർ ചെയ്യും. അതായത് അതൊക്കെ ഒരാളിൽ ലൈഫ് ചേഞ്ച് ചെയ്യുന്ന രീതി കണ്ടില്ലേ? ഇത് മെറിറ്റൊന്നും ഇല്ല അവന്, ശരിക്കും പറഞ്ഞാൽ യോഗ്യതയില്ല. ഇവിടെ എന്താ ഉള്ളത്? ഗ്രേസ് ഉണ്ട്. മനസ്സിലായി? ഞാൻ എപ്പോഴും പറഞ്ഞത് ഉടമ്പടി വർക്ക് ചെയ്യണത് Ephesians 2:8 നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. എന്ന് വെച്ചാൽ മെറിറ്റ് വേണ്ടേ എന്നല്ല പ്രശ്നം. മെറിറ്റ് എന്ന് പറയുന്നത് എന്താണ്? നിങ്ങളുടെ സിൻസിയർ ഹാർഡ് വർക്കാണ് നിങ്ങളുടെ മെറിറ്റ്. മനസ്സിലായ? നിങ്ങളുടെ സിൻസിയർ ഹാർഡ് വർക്ക്, സത്യസന്ധമായ കഠിനാധ്വാനം ഉണ്ടെങ്കിലും ചില സമയത്ത് മെറിറ്റ് ഡാമേജായി പോകാം. അങ്ങനെ വന്നാൽ ഉടമ്പടി നിങ്ങളെ താങ്ങി നിർത്തും. കാരണം എന്താണ്? ഉടമ്പടിയിൽ നമുക്ക് ലഭിക്കുന്നത് എന്താണ്? ഗ്രേസാണ്. ദൈവവചന ഗ്രേസാണ് കിട്ടുന്നത്. അതല്ല, ഇവൻ ഇതുകൊണ്ട് കൂട്ടുകാരത്ത് പറഞ്ഞു കൊടുത്ത് 32 അരിയറുണ്ടായിരുന്ന ആൾക്കാരെ കൊണ്ട് അവൻ എഴുതിച്ചിട്ടുണ്ട്. ഇതേ സ്പിരിറ്റിൽ കൺവേ ചെയ്ത് നിങ്ങൾ വിചാരിക്കണത് ഈ ഒരു വ്യക്തി ഓൾ ഓൺ എ സഡൻ അമ്മയുമായിട്ട് കണക്ട് ചെയ്തൊരു വ്യക്തിയാണ്. ഒരു കൃപാസന പത്രം കൊണ്ട് ഈസ് നോട്ട് എ ക്രിസ്ത്യൻ. അതറിയുമ്പോഴാണ് പ്രശ്നം പറയണത്. അയാൾ ഒരു ക്രിസ്ത്യൻ അല്ല, ഐ മീൻ ദ ബാപ്റ്റിസ്റ്റ് അല്ല അയാൾ. പക്ഷെ എന്തുകൊണ്ടാണ് ഈ ഒരു വ്യക്തിയിൽ ദൈവ തിരുസന്നിധിയിൽ വിശുദ്ധനായി ജീവിക്കാൻ വേണ്ടി ആര് തീരുമാനിച്ചാലും അതിനു വേണ്ടി ബുദ്ധിപൂർവമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ തീരുമാനിച്ചാൽ ദൈവം എബ്രഹാത്തിനോടെന്ന പോലെ അവനോട് പങ്കുചേർന്ന് അവനോട് കൂട്ടുകൂടും. പന്നയിലെ മരിയൻ ഉടമ്പടി ആയതുകൊണ്ട് അമ്മ ഇങ്ങനെ സഞ്ചാരി മാതാവാണ്. എന്താ പ്രശ്നം? ഉടമ്പടിയുടെ ഒരു ഘട്ടമല്ലേ, ഒരു കഷ്ണമല്ലേ അത്? എന്താണ്? നീ പോകുന്നിടത്തെല്ലാം നിൻ്റെ കൂടെ ഞാൻ വരൂ. അപ്പോൾ ഒരു സിംഗിൾ ഈവൻറ്റിനല്ല നമ്മൾ ഉടമ്പടി ചെയ്യണത്.
വചനം എന്താ പറഞ്ഞിരിക്കണത്? ഏറ്റു പറഞ്ഞ്, നീ പോകുന്നിടത്തെല്ലാം നിന്നോടൊപ്പം ഞാൻ വരും. അപ്പം നമ്മളൊരു സിംഗിൾ, അത് ജോഷുവ 1:9 അവസാനത്തെ വചനമാണ്. ജോഷുവ 1:9 എന്നിട്ട് പറഞ്ഞ്, നിങ്ങൾ പോകുന്നിടത്തെല്ലാം. അപ്പോൾ ഒരു സ്ഥലമല്ലല്ലോ, ഇല്ലേ? അതായത് ഉടമ്പടിയുടെ ഏറ്റവും വലിയൊരു ഗുണമെന്ന് പറയുന്നത്, നമ്മൾ ഏതെല്ലാം മേഖലകളിലേക്ക് ചേഞ്ച് ചെയ്യുന്നു അവിടെയെല്ലാം ദൈവത്തിൻ്റെ സാന്നിധ്യം ഉടമ്പടി ഉറപ്പ് വരുത്തുന്നുണ്ട്. എല്ലാ വിഷയങ്ങൾക്കും നിങ്ങൾ എന്തെല്ലാം മൂവ്മെൻറ്റ് നടത്തുന്നു അതെല്ലാം ദൈവം ഗ്യാരണ്ടി ചെയ്യും. രക്ഷിത പ്രവർത്തനത്തിൻ്റെ ഒരു സാക്ഷ്യം കൂടി പറഞ്ഞിട്ട് നമ്മൾ രോഗസൗഖ്യ പ്രാർത്ഥനയ്ക്ക് പ്രവേശിക്കുകയാണ്. ഷീജ ജോയി പൊട്ടയിൽ നിന്നൊരു സഹോദരി സാക്ഷ്യം പറഞ്ഞായിരുന്നു. ഈ ഉടമ്പടി, എനിക്ക് പറയാനുള്ള, ഉടമ്പടി കാലത്ത് ദൈവം നമ്മൾ ഇൻട്രാക്ട് ചെയ്യുന്ന കാലമല്ലേ. നിങ്ങൾ ഉഴപ്പിയത് കൊണ്ട്, വിശുദ്ധി ഇല്ലാതെ ജീവിക്കണതുകൊണ്ടാണ് ചില സമയത്ത് ദൈവത്തെ നിങ്ങളോട് അടുക്കാൻ പറ്റാതെ വരുന്നത്. പക്ഷേ ഉടമ്പടിയോട് പോലെ സിമ്പിളായിട്ട് ദൈവത്തിന് ഇടപെടാൻ പറ്റിയ ഒരു പ്രാർത്ഥനാ രൂപമില്ല. അത്രയും സിമ്പിളാണിത്. അപ്പം അല്പമൊന്നും നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ മതി. ഇപ്പം ഷീജ ഉടമ്പടി എടുത്തപ്പോൾ തന്നെ അമ്മ ഒരു സ്വപ്നം കാണിച്ച്, അത് ഈ ആഴ്ചത്തെ സാക്ഷ്യമാണ്. സ്വപ്നം കാണിച്ചതെന്ന് വെച്ചാൽ, ഞാനിവിടുന്ന് പഴം കൊടുത്തുകൊണ്ടിരിക്കുന്നു, നേർച്ചപ്പഴം കൊടുത്തുകൊണ്ടിരിക്കുക. ആൾത്താറിൽ ഒരു പഴം അവൾക്ക് കൊടുത്തു. അപ്പോൾ ആ പഴം കൊടുത്തപ്പോൾ ഉടനെ അത് ഷീജ ബാക്കിലേക്ക് പാസ് ചെയ്ത്, കിട്ടാത്തവർക്ക് പാസ് ചെയ്ത്. അപ്പോൾ അവൾ നോക്കുമ്പോൾ പുറകിലോട്ട് പാസ് ചെയ്ത് തിരിഞ്ഞ് നോക്കുമ്പോൾ കൈ 2 പഴം ഇരിക്കണം. അപ്പോൾ ഉടനെ അതും കിട്ടാത്തവർക്ക് ഇങ്ങനെ പാസ് ചെയ്ത്, അപ്പം തിരിഞ്ഞ് നോക്കുമ്പോൾ കൈ 2 പടലപ്പഴം ഇരിക്കണ്ടേ. എന്താ സംഭവിച്ചു കഴിഞ്ഞാൽ ഇവർക്ക് ആമവാദമാണ്. ഞാൻ സാക്ഷി ഇട്ടിട്ടുണ്ടേ, നോക്കണേ. ആമവാദമാകുമ്പോൾ കൈ പൊക്കാൻ പറ്റത്തില്ല. ഒരു കൈ ഇങ്ങനെ തളർന്ന് കിടക്കുകയാണ് വാദം പിടിച്ച്. എന്നിട്ട് ഇവർ ഹസ്ബൻഡിൻ്റെ കൂടെയാണ് ഇവിടെ വരണത്. പക്ഷെ ഒരു പ്രാവശ്യം ഹസ്ബൻഡ് ആ സമയത്ത് ലീവ് കിട്ടിയില്ല, അതുകൊണ്ട് ഒറ്റക്ക് വന്ന്. അതങ്ങനെ പോകാൻ പറ്റില്ല. ഒരു കൈ ഇങ്ങനെ തിളക്കുമ്പോൾ ഒരു കൈ കൊണ്ട് പിടിച്ച് ബസ്സെ പിടിച്ച് വരണ്ടേ. ഓരോ മനുഷ്യരുടെ ഇൻവെസ്റ്റ്മെൻറ്റ് കണ്ടില്ലേ, അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇവരിവിടെ വന്ന് ഇതുപോലെ നിങ്ങളെ ധ്യാനമൊക്കെ കൂടി വെച്ചും പോകാൻ നേരത്ത് ഇവർ ബിഗ് ഷോപ്പർ കൊണ്ടാണ് വരണത്. അപ്പോൾ 100 പത്രം വാങ്ങിക്കും. ഒരു കൈ കൊണ്ടാണ് പിടിക്കാൻ പറ്റത്തുള്ളൂ, അതുകൊണ്ട് ഒരു കൈയുടെ തണ്ടയിലിടുകയാണ്. ഈ 100 ബിഗ് ഷോപ്പർ മേടിച്ച് ഒരു കൈയുടെ തണ്ടയിലിട്ടിട്ട് ബസ്സിലേക്ക് കയറണം. എന്നിട്ട് എത്രയും കഷ്ടപ്പെട്ടാണ് ഈ പ്രേക്ഷിത പ്രവർത്തനം ചെയ്യണത്. ചെയ്തിട്ട് കൊടുക്കണ ഓരോ സ്ഥലത്തും മാതാവിനെക്കുറിച്ച് പറയും. ഇവരെ ചുമ്മാ ഇങ്ങനെ നോട്ടീസ് പറഞ്ഞതല്ല. കാര്യം നിങ്ങൾക്കറിയാം, ഉടമ്പടി എന്ന് പറഞ്ഞാൽ ഒരു ചെയ്യുന്ന പ്രാർത്ഥനയാണ്, ചൊല്ലുന്ന പ്രാർത്ഥനയല്ല. ഞാൻ പ്രത്യക്ഷീകരണ പ്രാർത്ഥന 100 പ്രാവശ്യം ചൊല്ലി, പ്രത്യക്ഷീകരണ പ്രാർത്ഥന എഴുതിയെന്നൊക്കെ പറഞ്ഞിട്ട് വരിക. അതൊക്കെ വെറുതെ വിട്ടിത്തരാം. അതൊന്നും ഇതിൻ്റെ അത് ഇല്ലാത്ത, അച്ഛൻ പറയാത്ത കാര്യങ്ങളൊന്നും നിങ്ങൾ കൂട്ടിച്ചേർക്കരുതേ. ഇത് തന്നെ വളരെ ശ്രദ്ധപൂർവം ദൈവം തരാത്ത ഒരു പ്രചോദനങ്ങളും, അത് ദൈവികമായ പഠനങ്ങൾ, സഭയുടെ പഠനങ്ങളെല്ലാം വെച്ച് നോക്കിയിട്ട് എഡിറ്റ് ചെയ്തിട്ടാണ് ഞാൻ അത് പാസ് ചെയ്യണത്. അപ്പം നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ വീട്ടിലിരുന്ന് ഇരുട്ടത്തിരുന്ന് വരെ എന്തെങ്കിലുമൊക്കെ കാണിച്ചു കൂട്ടിയിട്ട് ദൈവത്തെ പ്രസാദിപ്പിക്കുക എന്നുള്ള മിഥ്യാധാരണ ഒന്നും ഉണ്ടാക്കരുത്. ഉടമ്പടി മര്യാദക്ക് പുറത്തിറങ്ങി ചെയ്യണ ജോലിയാണ്, ചെയ്യണ പ്രാർത്ഥന. അവൻ പറയണ പോലെ ചെയ്യണം സംഭവം. അപ്പം അതുകൊണ്ട് തന്നെ ഇവരെന്താ ചെയ്യേണ്ടത്? ഇവരുടെ അവസ്ഥ കണ്ട, ഒരു കൈ അവർക്കില്ല. ഒരു കൈ വെച്ചുകൊണ്ടാണ് ഈ ബസ് കയറി വരണ പിടിച്ചോണ്ട്. അതിൻ്റെ ഒക്കെ 100 ബിഷോപ്പർ മേടിച്ച് 3 പത്രം മേടിച്ചുകൊണ്ട് ഒരു ബിഷോപ്പർ ഇട്ടുകൊണ്ട് കൈത്തണ്ട ഇട്ടുകൊണ്ട് വരെ കൈത്തണ്ടയിൽ ഇടാൻ പറ്റത്തുള്ളൂ. അവരാ പത്രം ഓരോ സ്ഥലത്ത് കൊണ്ടേ കൊടുക്കും. കൊടുത്തിട്ട് അവർ മാതാവിനെക്കുറിച്ച് സംസാരിക്കും. മനസ്സിലായല്ലേ? തിരിച്ചടുത്ത മാസം ഇവിടെ വരുമ്പോൾ ഞാൻ നിൽക്കുന്നുണ്ടാവും ഇവിടെ. അപ്പോൾ പറയാം, അച്ഛാ എൻ്റെ കൈ ഇങ്ങനെ തളർന്നിരിക്കുകയാണെന്ന് പറയും. ഒരു കൈ ആമവാദമാണെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കിവർ നടത്തിയ കാര്യങ്ങളെക്കുറിച്ചൊന്നും അറിയത്തില്ല. കുറേ ആൾക്കാരിങ്ങനെ ലൈൻ നിൽക്കുമ്പോൾ ഞാൻ പ്രാർത്ഥിക്കുന്ന കാര്യത്തിൽ ശ്രദ്ധിക്കത്തുള്ളൂ. എപ്പോഴും അങ്ങനെയാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ദൈവം മഹത്വപ്പെടണം. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന് അടയാളം ഉണ്ടാകണം. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന് അടയാളം കിട്ടുന്നതനുസരിച്ച് മാത്രമേ സഭ ഇത് വ്യാപകമായ രീതിയിൽ പഠിക്കുകയും ദുരന്തമുണ്ടാകാൻ പോണ പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞ ദൈവത്തിൻ്റെ തിരുമനസ് മലയാള സമൂഹം വിട്ട് ലോകം മുഴുവനും
ദൈവ മനസ്സറിയണമെങ്കിൽ ഈ പ്രത്യക്ഷീകരണ പ്രാർത്ഥന പറയുന്ന പോലെ ആ പ്രത്യക്ഷീകരണ സഭ ഔദ്യോഗികമായിട്ട് അംഗീകരിക്കണം. അതിന് ആഴമായ അടയാളങ്ങൾ കിട്ടണം. അപ്പോൾ അടയാളങ്ങൾ കിട്ടാൻ വേണ്ടിയാണ് ഞാനെപ്പോഴും വിശുദ്ധീകരിച്ചും വചനങ്ങളെ പഠിച്ചും പ്രാർത്ഥിച്ചും നിങ്ങളെ വിശുദ്ധീകരിച്ചും വിശ്വസ്തതയ്ക്ക് വേണ്ടി നിങ്ങളെ പ്രേരിപ്പിച്ചും ഉടമ്പടിയോട് നിങ്ങൾ ഐക്യപ്പെടുത്തി നിർത്തുന്ന സമയത്ത് ഞാൻ അതേ നോക്കത്തുള്ളൂ. അതുകൊണ്ടാണ് പല ആൾക്കാരും അതിനോട് ബന്ധപ്പെട്ട് സഹകരിക്കാൻ പറ്റാത്ത ആൾക്കാരില്ലേ. ഞങ്ങൾക്ക് ഉടമ്പടി എടുക്കാൻ സമയമൊന്നുമില്ല, തലക്കൊന്നും പിടിക്കുകയെന്ന് ചോദിച്ചുകൊണ്ട് ചില ആൾക്കാർ വരും. ഉടമ്പടി എടുക്കാൻ സമയമില്ല, തലക്കൊന്നും പിടിക്കുക. അപ്പം ഞങ്ങൾ ഇവിടുത്തെ അവിടെ പറയും നിങ്ങൾ അർത്തക്ക പള്ളി പോയാൽ മതി എന്ന് പറയും. കാര്യം അങ്ങനെ ഇത് തീർത്ഥാടന പള്ളിയല്ലല്ലോ ഇത് ദൈവം മനുഷ്യനുമായിട്ട് ഉടമ്പടി ചെയ്തിട്ട് വിശുദ്ധ ഗ്രന്ഥപ്രകാരം സുവിശേഷ സാക്ഷിയായി വ്യക്തി ഉയർന്ന് ദൈവത്തിന് ഇപ്പോൾ ഒത്ത ഒരു കക്ഷിയായി മാറി ദൈവത്തിന് വേണ്ടി ജീവിക്കണ ഒരു ധ്യാനകേന്ദ്രമാണ്. അതിനുവേണ്ടിയുള്ള കാര്യങ്ങൾ മാത്രമേ ഞങ്ങൾ ചെയ്യത്തുള്ളൂ, വേറെ ഒന്നും ചെയ്യത്തില്ല. ഇപ്പോൾ ഒരു ക്യാൻസർ ആണെന്ന് പറഞ്ഞാൽ ഓക്കെ, നിങ്ങൾ ആദ്യം ഉടമ്പടി എടുത്ത് ദൈവമായിട്ട് നിരപ്പാകാൻ പറയും, മനസ്സിലായി? അതാണ് ആദ്യം ചെയ്യത്തുള്ളൂ. കരുണ കാണിക്കണമെന്ന് പറഞ്ഞാൽ ഉടമ്പടി എടുക്കുക എന്നുള്ള വിഷയത്തിലാണ് കാരുണ്യം ഉള്ളത്. അപ്പോഴവരതിന് റെഡിയാകും. കൂടെ ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ രോഗിക്ക് കയറാൻ പറ്റത്തില്ലെങ്കിൽ കൂടെ വന്ന ആൾക്കാർ കയറാൻ പറയും. കൂടെ വന്ന ആൾക്കാരെ കയറി ഉടമ്പടി എടുക്കുക. അപ്പം കൂടെ വന്ന ആൾക്കാർ ചുമ്മാ ഒരു തരം എന്താണ് ഈ ചുമട്ട് തൊഴിലാളികളെ പോലെ വന്നതാണ്. സ്വന്തം മകനായിരിക്കുമേ അമ്മേനെ ചോട്ടോ തൊഴിലാളിനെ പോലെ വരും, ഇവിടെ കൊണ്ടുവന്ന് ഡംപ് ചെയ്യും, എന്നിട്ട് അവൻ അവിടെ പുറത്ത് പോയി നിൽക്കും. അങ്ങനെ ഡംപ് ചെയ്യാൻ പറ്റത്തില്ല. അവനെ വിളിക്കും, ഞാൻ വിളിച്ച് പറഞ്ഞാൽ നീ മര്യാദക്ക് അമ്മയ്ക്ക് വേണ്ടി ഉടമ്പടി ചെയ്യാൻ പറയും. ഉടമ്പടി ചെയ്യുമ്പോൾ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാമല്ലോ, പിന്നെ പഴയതുപോലെ ജീവിക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പോഴേ ഈ സത്യസന്ധമായിട്ട് അമ്മ സൗഖ്യപ്പെടണമെന്ന് ഈ മകൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവൻ തീർച്ചയായിട്ടും അത് ചെയ്യും. അമ്മ ചത്താലും ജീവിച്ചാലും അവന് പ്രശ്നമൊന്നുമില്ല, ചത്ത് കിട്ടി അത്രയും നല്ലതെന്ന് പറഞ്ഞിരിക്കുന്ന ആൾക്കാരാണ് ചുമട്ട് തൊഴിലാളികളായിട്ട് മാതാപിതാക്കന്മാരെ കൊണ്ടുവരുന്നത്. അവരൊക്കെ ഇവിടെ കൊണ്ടുവന്ന് ഡംപ് ചെയ്ത് വെച്ചും ലോഡ് ഇറക്കി വെച്ചും അവർ പോയി അവിടെ നിന്ന് പിടിയും വെച്ച് സിഗരറ്റും വെച്ച് നിൽക്കും. അപ്പോൾ ആ കേസൊന്നും ഇവിടെ എടുക്കത്തില്ല. നിങ്ങൾ വളരെ ശ്രദ്ധിക്കണം. കാര്യം ഞങ്ങളുടെ സമയം ഞങ്ങൾക്ക് ഉടമ്പടിയാണ് അമ്മ തന്നിരിക്കുന്നത്. അതിന് ലക്ഷ്യമുള്ളത് അമ്മയുടെ പ്രത്യക്ഷീകരണമാണ്. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന് ആര് സാക്ഷിയാകാൻ തയ്യാറാകുന്ന രീതിയിൽ സമർപ്പിതരാകാൻ പോകുന്നു അവരാണ് ഈ ഉടമ്പടി എടുത്തുകൊണ്ടിരിക്കുന്നത്. ആ ഉടമ്പടി എടുക്കുന്നവർ ഞങ്ങൾ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരിക്കും, അവരെ കറക്റ്റ് ചെയ്തുകൊണ്ടിരിക്കും. അവരുടെ സാക്ഷ്യങ്ങൾ കിടിലൻ സാക്ഷ്യങ്ങളൊക്കെ മാറാൻ വേണ്ടി അവരെ വിശുദ്ധീകരിച്ച് ശക്തീകരിച്ച് അവർക്ക് കൗൺസിലിംഗ് ചെയ്തും അവരെ അതനുസരിച്ച് ഗൈഡ് ചെയ്തുകൊണ്ടിരിക്കും. അതാണ് ഇവിടെ നടക്കുന്ന കൗൺസിലിങ്ങും എല്ലാ കാര്യങ്ങളും അങ്ങനെ തന്നെയാണ്. ലക്ഷ്യം മാതാവിൻ്റെ പ്രത്യക്ഷീകരണം സഭ ഏറ്റെടുക്കുക, ലോകത്തിനത് പ്രധാനപ്പെട്ട കാര്യമായി മാറുക. മറിച്ച് നിങ്ങൾ സുവിശേഷത്തിന് സാക്ഷികളാകുക, ദൈവത്തിന് വേണ്ടി ജീവിക്കുക, വിശുദ്ധീകരിക്കുക, നിങ്ങളെ ശക്തീകരിക്കുക, സാക്ഷികളാകുക. അത്തരം കാര്യങ്ങൾ നടക്കണം ഉടമ്പടിയിലൂടെ. അപ്പോഴേ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ അതിനെല്ലാം നിങ്ങളൊന്ന് പ്രാർത്ഥിച്ചേ, കർത്താവ് ദൈവമേ, ഉടമ്പടിയുടെ ആത്മാവ് പറഞ്ഞുകൊണ്ട് അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ സാക്ഷിയായി ജീവിക്കാൻ, അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ സാക്ഷിയായി ജീവിക്കുവാൻ എന്നെ ശക്തീകരിക്കണമേ. അപ്പൊ ഈ പ്രേക്ഷിത പ്രവർത്തനയുടെ ശക്തീകരിച്ചിട്ടാണ് ഷീജ വരണത്. അപ്പൊ ഈ കൈ അനങ്ങണില്ലല്ലോ. അപ്പം കുറച്ചനങ്ങ ഇപ്പോൾ ഈ പ്രേക്ഷിത പ്രവർത്തനങ്ങളൊക്കെ കൂടിക്കഴിഞ്ഞപ്പോൾ മാതാവ് ഒരു 50% ഹീലിംഗ് കൊടുത്തു. 50% ഹീലിംഗ് കൊടുത്തു. അത് ഓട്ടോമാറ്റിക്കായിട്ട് സംഭവിച്ചതല്ല, അമ്മ കൊടുത്തതാണെന്നറിയാൻ വേണ്ടി 50% കൈ പൊങ്ങാൻ തുടങ്ങി. ആ 50% കൈ പൊങ്ങാൻ തുടങ്ങിയ കൈയും കൊണ്ട് ഇവിടെ വരുമ്പോൾ ഒരു വിശ്വാസപ്രവണത ചെയ്യുള്ളൂ ആ കയ്യെ തൊട്ട്. അപ്പോൾ തന്നെ കൈ പഴയതുപോലെ ബലം പ്രാപിച്ചു. പെട്ടെന്നാണ് സംഭവിക്കുന്നത്. ഇത്രയുമാണ് ഉടമ്പടി സംഭവം. അപ്പോൾ ഷീറ്റ് എന്താ പറയണത്, ഇപ്പം എനിക്ക് 2 പടല പഴമെടുത്ത് പൊക്കാൻ പറ്റും, അതാണ് സ്വപ്നം. അമ്മ എന്താ പറഞ്ഞത്, നീ കുറച്ചായിട്ട് നിനക്ക് കിട്ടിയത് പാസ് ചെയ്യുക, അപ്പോൾ പിന്നെ ഞാൻ തരും, അത് നീ പാസ് ചെയ്യുക. അവസാനം നിൻ്റെ കൈ 2 പടലപ്പഴം എടുത്ത് പൊക്കാൻ പറ്റുന്ന രീതിയിൽ നിൻ്റെ കൈ ഞാൻ ശക്തിപ്പെടുത്തുമെന്നാണ്. അപ്പോൾ ഇതെല്ലാം ചെയ്യേണ്ടത് അമ്മയാണ്. അപ്പം നമ്മൾ ചില ആൾക്കാരൊക്കെ പറയും, ഇപ്പോൾ നമ്മുടെ അച്ഛന്മാർക്ക് വരെ പേടിയാണ്, അവരിങ്ങനെ അമ്മ രോഗശാന്തി നൽകുക, പിന്നെ അവർ ത്രിത്വക ദൈവമൊക്കെ പറഞ്ഞുകൊണ്ട് അതിൻ്റെ കൂടെ ചേർത്ത് മേമ്പൊടിയൊക്കെ ചേർത്തൊക്കെ അവർ പറയത്തുള്ളൂ. പണ്ടൊരു അച്ഛനുണ്ടായിരുന്ന അച്ഛനും ഇതുപോലെ തന്നെ അവർക്ക് അമ്മ അത് ചെയ്യുമെന്നുള്ളതിനെ പറഞ്ഞ് അമ്മ മധ്യസ്ഥം വഹിക്കുന്നതാണ് ഇവരുടെയൊക്കെ തലയിരിക്കുന്നത്. അല്ല, കൃപാസനം പഠിപ്പിക്കുന്നത് അമ്മ പുത്രൻ തമ്പുരാൻ്റെ മാതാവായ പരിശുദ്ധ ദേവമാതാവാണ്. ഒരു മനുഷ്യൻ്റെ കണ്ണീരൊപ്പാൻ അമ്മയ്ക്ക് കഴിയും. ലൂർദിലൊക്കെ നടക്കുന്ന ഇപ്പോൾ 70 അനുഭവങ്ങളെ അതിശയങ്ങളെ ലൂർദിൽ അംഗീകരിച്ച് ആര് ചെയ്തതാണ്? അമ്മ ചെയ്ത അനുഭവങ്ങളാണ്.
കൃപാസനത്തിൽ സംഭവിക്കുന്നത് അത് തന്നെയാണ്. അമ്മയെ ദൈവം അതിനു വേണ്ടി, രക്ഷകൻ്റെ അമ്മയല്ലേ, മദർ ഓഫ് ഗോഡാണ് അവരെ, രക്ഷകൻ്റെ അമ്മയാണ്. അതുപോലെ തന്നെ നിങ്ങൾ അതേ രീതിയിൽ തന്നെ അമ്മയോട് സുവിശേഷ വിഹിതമായി ജീവിക്കാൻ വേണ്ടി ദൈവത്തോട് നിങ്ങൾ പരിശുദ്ധ അമ്മ വഴി മധ്യസ്ഥം വഹിക്കണം. അപ്പോൾ നിങ്ങളെ ദൈവം ശക്തിപ്പെടുത്തും. ആ ശക്തിപ്പെടുന്നതനുസരിച്ച് കൊണ്ട് നിങ്ങൾക്ക് അമ്മയുടെ മധ്യശക്തി നിങ്ങൾക്ക് വ്യക്തിപരമായിട്ട് അനുഭവവേദ്യമാകും. അതുകൊണ്ട് എപ്പോഴും നമ്മൾ ചെയ്യേണ്ട കാര്യം ചൊല്ലുക എന്നതിനേക്കാൾ ഉപരി ചെയ്യാൻ നോക്കണം. അമ്മ സുഖപ്പെടുത്തി എന്ന് പറഞ്ഞാൽ എന്താ, നിങ്ങൾക്ക് എന്താ, നിങ്ങളുടെ കൈയും കാര്യം തന്നു പോവുക? അത് ഏറ്റു പറയാനുള്ള ധൈര്യം ഉണ്ടാണ് നമുക്ക്. അമ്മയാണ് എന്നെ സുഖപ്പെടുത്തിയത്. അമ്മ ആരാണ്? രക്ഷകൻ്റെ അമ്മയാണ്, പിതാവ് ദൈവത്തിൻ്റെ മകളാണ്, പുത്രൻ തമ്പുരാൻ്റെ മാതാവാണ്, പരിശുദ്ധാത്മാൻ പ്രിയ വധുവാണ്, രക്ഷകര സംഭവത്തിൽ ത്രിത്വക ദൈവത്തിൻ്റെ മനുഷ്യ പങ്കാളിയാണ്. ഇവരാരാണെന്ന് വിചാരിക്കണത്? അതുകൊണ്ട് അവരുടെ മധ്യസ്ഥതയിലാണ് ഈ ഉടമ്പടി ചെയ്യണത്. അതുകൊണ്ടാണ് നമ്മൾ അവൻ പറയണ പോലെ ചെയ്യാൻ അമ്മ പറഞ്ഞത് കൊണ്ടാണ് നമ്മൾ അവൻ പറയണ പോലെ ചെയ്യണത്. അപ്പം മരിയൻ സുവിശേഷമാണ് നമ്മൾ നടപ്പിൽ വരുത്തുന്നത്, സാക്ഷിയാകണത്. അതുകൊണ്ട് തന്നെ ലോകത്തിലെ ഈശോനെ സ്വീകരിച്ചത് അമ്മയാണ്, വയറ്റിലിട്ട് വളർത്തിയത് അമ്മയാണ്, പെറ്റ് ലോകത്തെ വളർത്തിക്കൊടുത്തതും അമ്മയാണ്, സഭയുടെ കൂടെ ഉണ്ടായിരുന്നത് അമ്മയാണ്, സഭ സ്ഥാപിച്ചപ്പോഴും സഭ വളർത്തിയപ്പോഴും അപ്പോസ്തലന്മാരെ പറഞ്ഞു വിട്ടതും ലോകത്തെ സുവിശേഷവൽക്കരിച്ചതും അമ്മയാണ്, മുഴുവനും അമ്മയാണ്. അപ്പം അതുകൊണ്ട് തന്നെയാണ് മദർ ഓഫ് ചർച്ച് എന്ന് അവരെ വിളിക്കുന്നത്, സഭയുടെ മാതാവ്. അത്രയും ആ ലുത്തീനിയ മുഴുവനും എന്തുമാത്രം ഭാഷകൾക്ക് മനസ്സിലാവും, മദർ ആരാണെന്നൊക്കെ മനസ്സിലാവും. അത് നിങ്ങൾക്കറിയാമല്ലോ, നിങ്ങളെ ഭംഗി കൊണ്ട് ലുത്തീനിയ വിട്ടുകളയരുത്. ജപമാലയെ ചില ആൾക്കാർ ലുത്തീനിയ ചെല്ലത്തില്ല. ലുത്തീനിയ ജപമാല രഹസ്യങ്ങളെ പോലെ തന്നെ ബലമുള്ളതാണ്. കാര്യം അത് അമ്മയിലൂടെ ദൈവം നിർവഹിച്ച, നൂറ്റാണ്ടുകളിലൂടെ നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന മുഴുവൻ സത്യങ്ങളെ വെളിവാക്കുന്നതാണ്. അമ്മ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ഓരോരോ കാലഘട്ടങ്ങളിൽ, ഇപ്പോൾ ഫ്രാൻസിസ് മാർപ്പാപ്പ എന്താ പറയണത്, മദർ ഓഫ് റെഫ്യൂജി, അഭയാർത്ഥികളുടെ മാതാവ് എന്ന് വിളിച്ചത് ഈ കാലഘട്ടത്തിൻ്റെ ഒരവസ്ഥയുടെ സാധ്യത മാതാവിൽ കണ്ടുകൊണ്ട് അമ്മ അഭയാർത്ഥിയായി നടന്ന ആളാണ് ശരിക്കും. അതുകൊണ്ടാണ് എല്ലാ തരത്തിലുള്ള അഭയാർത്ഥികളെ സന്ധിക്കാൻ വേണ്ടി, മനുഷ്യൻ്റെ കഴിവിനൊക്കെ അപ്പുറത്ത് അഭയാർത്ഥികളെ സന്ധിക്കാൻ സാധിക്കുന്നതും പരിശുദ്ധ അമ്മയ്ക്കാണ്. അപ്പം അതുകൊണ്ട് നീ എവിടെയായിരിക്കുന്നുവോ, നീ ഒരു അഭയാർത്ഥി. അവൻ പറഞ്ഞില്ലേ, എനിക്ക് ഭക്ഷണം കിട്ടില്ല അമ്മയെന്ന് ഇങ്ങോട്ട് വിളിച്ച് അവൻ്റെ അമ്മയെക്കുറിച്ച് പറയുക. ഞാൻ മുസ്ലിം പള്ളി വാതിക്കല താമസിക്കുന്നത്. അവൻ ആരാണ് ശരിക്കും പറഞ്ഞാൽ? അഭയാർത്ഥിയാണ് ശരിക്കും പറഞ്ഞാൽ. യുദ്ധം വരുമ്പോൾ അവിടുന്ന് ഓടിപ്പോണവർ മാത്രമല്ല അഭയാർത്ഥികൾ. വേറെയും കൂലിയില്ല, ജോലിയില്ലാതെ നടക്കുമ്പോൾ നമ്മുടെ ജനിച്ച മണ്ണിൽ അഭയാർത്ഥികളായി ജീവിക്കുന്നൊരു കാലമുണ്ട്. അപ്പോഴെല്ലാം അമ്മയാണ് നിനക്ക് അഭയം, അമ്മയാണ് നിനക്ക് ആശ്രയം. അഭിഷേകത്തോടെ കൈയടിക്കട്ടെ, സ്തുതിക്കട്ടെ, ഇങ്ങനെയുള്ള ജഡിക കാര്യങ്ങളിലേക്ക് അമിതമായ രീതിയിൽ വലിച്ചിഴക്കേണ്ട ഒരു കാര്യമില്ല. അതൊക്കെ അമ്മയുടെ ഡിപ്പാർട്ട്മെൻറ്റാണ്. യേശു ക്രിസ്തു ക്രൂശിക്കപ്പെട്ടത് നമ്മുടെ അയൽട്ടിസ് പാസ്സാകാൻ വേണ്ടിയാണോ? നമ്മുടെ വസ്തു വിൽക്കാൻ വേണ്ടിയാണോ? നമ്മുടെ മക്കൾക്ക് ജോലി കിട്ടാൻ വേണ്ടിയാണ് ക്രിസ്തു ക്രൂശിക്കപ്പെട്ടത്? ക്രിസ്തു ഉയർത്തുന്നത് എന്തിനാണ്? നിത്യജീവന് വേണ്ടിയാണ്. നിങ്ങൾ ക്രിസ്തുവിനെ സ്വീകരിക്കുന്നതിൻ്റെ ഉദ്ദേശം എന്താണ്? നിത്യജീവൻ ഉറപ്പുവരുത്താൻ വേണ്ടിയാണ്. ആ ഒരു കാര്യത്തെക്കുറിച്ച് കാലഘട്ടത്തിൽ സംസാരിക്കാതെ നമ്മൾ മറ്റു പല കാര്യങ്ങളും സംസാരിച്ച് വരുമ്പോൾ നമുക്കറിയാവില്ല, ക്രിസ്തുവാണ് എല്ലാ വാഗ്ദാനങ്ങളുടെയും, ക്രിസ്തുവിലാണ് അതേ എന്ന് പറയുന്നത്, എല്ലാം നിറഞ്ഞിരിക്കുന്നത്. അതിന് ആമേൻ പറയുന്നതാണ് അവൻ പറയണത് പോലെ ചെയ്യാൻ അമ്മ പറയണതാണ്. അത് അമ്മ പറയുന്നൊരു ആമേനാണത് ശരിക്കും. അതാ 1 കൊറിന്തോസ് 1:20 നമ്മൾ വായിച്ചത്. അപ്പം സഭയിൽ അങ്ങനെ അവൻ പറയണ പോലെ ചെയ്തു വരുമ്പോൾ തീർച്ചയായിട്ടും അടയാളം ഉണ്ടാകും. അതാണ് യോഹന്നാൻ പറയണത്. അങ്ങനെ കാനായിലെ വിവാഹാഘോഷ വേദിയിൽ യേശു ദൈവമഹത്വത്തിൻ്റെ ആദ്യ അടയാളം കണ്ടുവന്നു. ദൈവമഹത്വത്തിൻ്റെ അടയാളം സഭയിൽ കാണണം. ഇത് സഭയാണ്, ക്രിസ്തുവിൻ്റെ സഭയാണെങ്കിൽ അവിടെ അനുദിനം ദൈവമഹത്വത്തിൻ്റെ അടയാളങ്ങൾ കണ്ടുകൊണ്ടിരിക്കണം. മഹത്വത്തിൻ്റെ അടയാളങ്ങൾ നഷ്ടപ്പെടും.
ചിലപ്പോൾ ഈ രോഗശാന്തി തട്ടിപ്പെന്നൊക്കെ പറഞ്ഞ് മറ്റുള്ളവർ നമ്മളെ പലതരത്തിൽ ആക്ഷേപിക്കുന്നില്ല. അതെല്ലാം പൈശാചിക ആക്രമണത്തിൻ്റെ ഒരു ഭാഗമാണ്. എന്താ കാരണം വെച്ച് കഴിഞ്ഞാൽ സഭയിലെ അടയാളം ലഭിക്കുന്നത് ക്രിസ്തുവിൻ്റെ മഹത്വത്തിൻ്റെ അടയാളമാണ്. കർത്താവ് അവരോട് സഹകരിക്കുകയും അടയാളങ്ങൾ കൊണ്ട് വചനം സ്ഥിരീകരിക്കുകയും ചെയ്തു. അതല്ലേ വചനം. മർക്കോസിൻ്റെ സുവിശേഷം ആദിമ സഭയുടെ മുഖമുദ്ര എന്താണ്? കർത്താവ് അവരോട് സഹകരിക്കണം. നമ്മളൊരു അടയാളം കാണുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? മർക്കോസ് എന്താ പറയണത്? 16:20 കർത്താവ് അവരോട് സഹകരിച്ചു, അല്ലെങ്കിൽ കർത്താവ് അവരോട് കൂടെ പ്രവർത്തിച്ചു. അപ്പോൾ കർത്താവിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്? നമ്മളുടെ കൂടെ പ്രവർത്തിക്കും. ആരുടെ മധ്യസ്ഥത്തിൽ? അമ്മയുടെ മധ്യസ്ഥത്തിൽ. കർത്താവ് എന്താ ചെയ്യണത്? കർത്താവ് നമ്മോട് കൂടെ പ്രവർത്തിക്കുകയും പിന്നെന്ത് ചെയ്യും? അടയാളങ്ങൾ കൊണ്ട് എന്തു ചെയ്യും? വചനം സ്ഥിരീകരിക്കുകയും ചെയ്യും. നീ എടുത്ത ഉടമ്പടിയുടെ സ്ഥിരീകരണം വരണത് അടയാളത്തിലൂടെയാണ്. അപ്പോൾ മഹത്വത്തിൻ്റെ അടയാളങ്ങൾ അസ്തമിക്കുകയോ മങ്ങുകയോ ചെയ്യുമ്പോൾ പിന്നെ സഭയിൽ വേറെ ഒന്നുമില്ല, അധികാരം മാത്രമേ ഉള്ളൂ. ആത്മീയത നഷ്ടപ്പെട്ടു പോകും. അധികാരം എന്ന് പറഞ്ഞാൽ അടയാളമില്ലാത്ത സഭ അധികാരം മാത്രമായി മാറിയാൽ അധികാരം ആ പ്ലസ് ധിക്കാരമാകും. അതാണ് പ്രശ്നം വരണത്. ആ ഒരു അവസ്ഥയിലേക്ക് സഭ ജീർണിച്ച് പോകാതിരിക്കാൻ വേണ്ടി ഒരു പ്രതിരോധം കൂടി തീർക്കാനുള്ള ബാധ്യത സുവിശേഷ സാക്ഷികൾക്കുണ്ട്. മക്കളെ എഴുന്നേൽക്കുക. വളരെ നിർണായകമായ സ്വർഗീയ നിമിഷങ്ങളാണ്. കൃപാസനം ഉടമ്പടി ആരാധന പ്രത്യേകത അത് എപ്പോഴാണ് അത് അപ്പ് നടക്കുന്നത്, പിന്നെ അത് അപ്പ് ചെയ്യണത് ആ നിമിഷം വരെ എക്കാലങ്ങൾ ഏതെല്ലാം കാലം അത് യൂട്യൂബിൽ കിടക്കുന്നു അക്കാലങ്ങളെല്ലാം ആരാധനയിൽ പങ്കെടുക്കുന്നവർക്ക് അഭിഷേകം കിട്ടിക്കൊണ്ടിരിക്കും. അതുകൊണ്ടാണ് പഴയ ആരാധനയൊക്കെ കൂടി സൗഖ്യം പ്രാപിച്ചെന്നൊക്കെ ആൾക്കാർ വന്ന് സാക്ഷ്യം പറയണ ഇതാണ്. അപ്പോൾ നിങ്ങൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. ഉടമ്പടി ആരാധന ഉടമ്പടി എപ്പോഴെടുത്തവരായാലും ശരി, അവർ മുടങ്ങാതെ എല്ലാ ചൊവ്വാഴ്ചയും ഉടമ്പടി ആരാധന കൂടണം. ചൊവ്വാഴ്ച കൂടാൻ പറ്റില്ലെങ്കിൽ ബുധനാഴ്ചയോ വെള്ളിയാഴ്ചയോ അടുത്ത ചൊവ്വാഴ്ചക്കുള്ളിൽ ആ ഉടമ്പടി ആരാധന കൂടി ഉടമ്പടിയുടെ ഒരു ദൈവദുരസ്ഥനത്തെയും നമ്മൾ ഏറ്റെടുത്ത ഒരു ഉത്തരവാദിത്തമാണ്. കർത്താവിൻ്റെ വചനം ഉടമ്പടി ധ്യാനം കൂടി ആരാധനയിൽ പങ്കെടുത്തുകൊണ്ട് അഭിഷേകം പ്രാപിക്കാവുന്നുള്ളതും, വചനം അറിയാൻ വേണ്ടി വചനം ലോകത്തിന് കൊടുക്കാൻ വേണ്ടി വചനം അറിയണതും അപ്ഡേഷൻ നടക്കണതെല്ലാം അതിൻ്റെ അഭിഷേകം നടക്കണതെല്ലാം ഉടമ്പടി ആരാധനയിലാണ്. ഒരിക്കലും ഉടമ്പടി ആരാധന നിങ്ങൾ വിട്ടുപോവുകയോ കൂടാതിരിക്കുകയോ ചെയ്യരുത്. ഇവിടെ വന്ന് കൂടാനുള്ള സാഹചര്യമില്ല, പക്ഷെ നമുക്ക് ഓൺലൈനിൽ കൂടാൻ പറ്റും. രോഗമുള്ള രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയമാണ്. രോഗമുള്ളിടത്തെല്ലാം നിങ്ങൾ കൈകൾ വെച്ച് പ്രാർത്ഥിക്കുക. കൃപാസനത്തിലെ ഏറ്റവും വലിയ അഭിഷേകം നടക്കുന്ന ഒരു സമയമാണ്. എവിടെയാണ് തൈറോയിഡുള്ളവർ, ട്രാൻസ്ലേറ്റുള്ളവർ അവരെല്ലാം തൊണ്ടയിൽ കൈവച്ച് പ്രാർത്ഥിക്കുക. നെഞ്ചുവേദനക്കാരും ശ്വാസകോശ രോഗമുള്ളവരും പാങ്ക്രിയാസിന് രോഗമുള്ളവരൊക്കെ പാങ്ക്രിയാസിൽ കൈവച്ച് പ്രാർത്ഥിക്കുക. നെഞ്ചിൽ കൈവച്ച് ഉദരരോഗികളെ ഉദരത്തിൽ കൈവച്ച് പ്രാർത്ഥിക്കുക. അടിവയറിന് പെരുപ്പും മൂത്രമൊഴിക്കുമ്പോൾ ചെരിച്ചിലും പുകച്ചിലും മൂത്രാശയത്തിൽ കല്ലും ഒക്കെ ഉള്ളവർ അടിവയറ്റിൽ കൈവച്ച് പ്രാർത്ഥിക്കുക. നടുവേദനക്കാരും കിഡ്നി രോഗികളും പുറകിൽ കൈവച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. സർവാംഗൻ രോഗമുള്ളവർ സ്വന്തം ശിരസ് കൈവച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. നല്ല സമയമാണ്, അഭിഷേകത്തിൻ്റെ സമയമാണ്. കർത്താവ് അങ്ങയുടെ ദാസൻ അങ്ങയുടെ നാമത്തിൽ പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നു. ഓ ആരാധ്യനെ അമ്മ മാതാവ് ജീവനോടെ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് മധ്യസ്ഥം വഹിച്ച സ്ഥലമാണിത്. ഈശോ ജീവനോടെ അൾത്താറിൽ എഴുന്നള്ളിയിരിക്കുന്ന വിശുദ്ധമായ നിമിഷങ്ങളിൽ അടയാളങ്ങൾ കാണിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആദിമസഭയെപ്പോലെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവ് അങ്ങയുടെ ഏകജാതനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സഭയിൽ അടയാളങ്ങൾ കാണിക്കണമേ. കർത്താവ് അങ്ങേ ദാസനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സഭയിൽ അടയാളങ്ങൾ കാണിക്കണമേ. സ്തുതിക്കട്ടെ. കർത്താവ് ദാസനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സഭയിൽ അടയാളങ്ങൾ സംഭവിക്കട്ടെ. കർത്താവ് ദാസനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സഭയിൽ അടയാളങ്ങൾ സംഭവിക്കട്ടെ. കർത്താവ് ദാസനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ
സഭയുടെ അടയാളങ്ങൾ സംഭവിക്കട്ടെ. യേശുവേ, നിന്റെ ഉന്നതമായ നാമത്തിലെ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ ദൈവത്തിൻ്റെ ശക്തിയാൽ മാർഗരോഗങ്ങളാൽ തിരാവേദികളെ ജീവിത ദുരിതങ്ങൾ യേശുവിന്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. എല്ലാ രോഗികളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാ മക്കൾക്കും ശക്തി നിറച്ച് സൗഖ്യം പ്രദാനം ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. സദയം തുടരേ സുഖമായിടും എൻ്റെ ഉള്ളം. മക്കളെ, പിസ്തുല രോഗങ്ങൾ, PCOD രോഗങ്ങൾ ഒരടിവയറ്റിലാണ് കൈവച്ച് പ്രാർത്ഥിക്കേണ്ടത്. ചിലർക്ക് അലർജി രോഗങ്ങളുണ്ട്, ചിലർക്ക് സോറിയാസിൻ്റെ രോഗങ്ങളുണ്ട്. തലതൊട്ട് കൈതൊട്ടെല്ലാം ഉളച്ചു വരിക, തൊലി പൊളിഞ്ഞു വരിക. അവരെല്ലാവരും ഈ സമയത്ത് കൈകൾ അച്ഛനെപ്പോലെ വിടർത്തിക്കൊണ്ടുകൊണ്ട് പ്രാർത്ഥിക്കണം. ചിലക്ക് മൂക്കടഞ്ഞു പോയവരുണ്ട്, സൈനസിൻ്റെ അസുഖമുള്ളവരുണ്ട്, ചിലക്ക് മൂക്കിൽ ദശ വളരുന്നവരുണ്ട്, ശരീരത്തിൽ സിസ്റ്റുകൾ ഉണ്ടാകുന്നവരുണ്ട്, ഗർഭാശയത്തിൽ കുരുക്കളുണ്ടാകുന്നവരുണ്ട്, മൂത്രാശയത്തിൽ കല്ലുണ്ടാകുന്നവരുണ്ട്, ഹൃദയത്തിൻ്റെ വാൽവ് ദ്രവിച്ചു പോയവർ, ബ്ലോക്കായി പോയവരുണ്ട്, കരളെ വീക്കമുണ്ടായവരുണ്ട്, മഹോദ രോഗികളുണ്ട്, ശ്വാസകോശ രോഗികളുണ്ട്, ശ്വാസകോശത്തെ പ്രഷറില്ലാത്തവരുണ്ട്, പ്രഷർ കൂടിപ്പോയവരുണ്ട്. കർത്താവ്, ശ്വാസകോശത്തിന് പലതരത്തിലുള്ള രോഗങ്ങളാൽ കുറേയധികം പ്രാരാബ്ദങ്ങൾ ശ്വാസമുട്ടലുള്ളവരുണ്ട്. കർത്താവെ, എപ്പോഴും വിട്ടുമാറാ തലവേനും മൈഗ്രെയിൻ ഉള്ളവരുണ്ട്, ചെവിക്ക് മുളക്കം മൂടിയിരിക്കുന്നവരുണ്ട്. കർത്താവ്, എപ്പോഴും ചുഴിഞ്ഞു കുത്ത് വേദനിക്കുന്നവർ, കണ്ണിന് കരിപ്പുള്ളവർ, കർത്താവെ, കണ്ണിന് കുരുക്കുള്ളവർ, തിമിരമുള്ളവർ, കൈക്ക് കർത്താവെ കണ്ണിന് കാഴ്ച മങ്ങി വരുന്നവരെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. ഉള്ളം കാല് മുതൽ ഉള്ള ശ്രുതികട്ടെ, 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 ശ്രുതികട്ടെ. ഉള്ളംകാലം മുതൽ ഉച്ചവരെ കർത്താവിനെ നിറയട്ടെ. ഉള്ളംകാലം ഉച്ചവരെ കർത്താവിനെ നിറയട്ടെ. ഉള്ളംകാലം മുതൽ ഉച്ചവരെ കർത്താവിനെ നിറയട്ടെ. ഉള്ളംകാലം മുതൽ ഉച്ചവരെ കർത്താവിനെ നിറയട്ടെ. യേശുവിന്റെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, യേശുവിന്റെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, പുരുഷന്റെ അടയാളത്തിൽ 36 കൊല്ലം അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാൽ ജീവനുടെ പ്രത്യക്ഷ മാതാവിന്റെ മധ്യസ്ഥത്തിലെ കർത്താവിന്റെ നാമത്തിൽ സൗഖ്യം പ്രാപിക്കട്ടെ. സദയം തുടരേ സുഖമായിടും എൻ്റെ ഉള്ളം. അരികിൽ വരേണേ സദയം തുടരേ സുഖമായിടും എൻ്റെ ഉള്ളം. പരിശുദ്ധ അമ്മ വഴി ആരാധനയ്ക്ക് സമർപ്പിക്കണമെന്ന് പറഞ്ഞാൽ മാത്രം മതി. സമാപന ആശീർവാദം കൈകൾ കൂപ്പി കണ്ണുകളടച്ച് ശിരസ് നമിച്ച് സ്വീകരിക്കാം. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേയ്ക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യ
ദിവ്യകാരുണ്യമേ എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ എന്നുമെന്നും അങ്ങേക്കാരാധന. ആവേ